വീട് പുതുക്കി പണിയലിൻ്റെ പണി ഇന്നത്തോടു കൂടി അവസാനിച്ചു. ഒക്കെ കംപ്ലീറ്റായി നീറ്റാക്കിട്ടോ. മനസ്സിൽ വിചാരിച്ച പോലെ ഇപ്പോൾ ഒരു 4 മാസം ആയിട്ടുണ്ടാവും. അതിൽ 1 മാസത്തോളമായി ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട്. അതുവരെ നമ്മൾ മുകളിലല്ലായിരുന്നു. അതാ നമ്മുടെ മോളും താഴെയും ഒക്കെ മൊത്തത്തിൽ മാറിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വീടിന്റെ വാതിൽ കട്ടിലുകളൊക്കെ ആകെ കേടുന്നിട്ടുണ്ട് ചെതൽ പിടിച്ചിട്ട്. അതുമെന്നാണ് വീട് പണി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ അതല്ല, ഞാൻ പണ്ടേ വനിതാ വീടിന്റെ ഒരു ആരാധികയായിരുന്നു. അത് കാരണം തന്നെ എനിക്ക് എപ്പോഴും വീടൊരുക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും വീട്ടിലിരിക്കണം. അപ്പൊ അവിടെ നേരാക്കണം, ഇവിടെ നേരാക്കണം, അങ്ങനെയുള്ളൊരു ചിന്ത തന്നെ ആയിരിക്കും എപ്പോഴും മനസ്സിലിട്ടോ. അപ്പൊ അങ്ങനെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി കൂട്ടി ഉൾപ്പെടുത്തിയിട്ട് എല്ലാം അതും അങ്ങോട്ട് ക്ലിയർ ആക്കിയിട്ടോ. ഞങ്ങൾ മുകളിലും താമസാക്കിയിട്ട് 3-4 മാസം ഞങ്ങൾക്ക് പെരപ്പണിയായിരുന്നു. വീട് പണിയൊക്കെ ഉഷാറായിട്ട് മനസ്സിൽ വിചാരിച്ച പോലെ കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ ബൂബുക്കുട്ടൻ മിസ്സായി പോയത് ആണ് മനസ്സിൽ ഒരു വിങ്ങലായിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തുടങ്ങാമല്ലേ നമ്മുടെ ഹോം ടൂർ. മുറ്റവും മതിലും ഈ പരിസരങ്ങളും ഒക്കെ ഈ മതിൽ പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് വീടിൻ്റെ റെനോവേഷൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കാണാം. അകത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് വീടിൻ്റെ ഈ ഒരു അടിയിൽ മാത്രം പെയിന്റ് അടിച്ചിട്ടുള്ളൂ കേട്ടോ. മഴക്കാലം ആവുകൊണ്ട് പുറത്തൊന്നും പെയിന്റ് അടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു വൃത്തിക്ക് വേണ്ടി ഇവിടെ അങ്ങോട്ട് പെയിന്റ് അടിച്ചിട്ടിക്കുക. അപ്പോൾ ഇതാ നമ്മളെ വീടിന് നമ്മൾ ബൂബു എന്നാണ് കേട്ടോ പേരിട്ടിരിക്കുന്നത്. ബൂബുക്കുട്ടൻ ഉണ്ടായിരിക്കുന്ന സമയത്തേ ഞങ്ങൾ പ്ലാൻ ഇട്ടായിരുന്നു ഈ വീടിന് ബൂബു എന്ന് പേരിടണം. കാരണം ഞങ്ങൾക്ക് അത്രയും സ്പെഷ്യലായിരുന്നു. ഈ വീടിൻ്റെ മതിലിൻ്റെ അവിടെ ഇക്കാൻ്റെ പേരാണ് കേട്ടോ. ആദ്യം ഇവിടെ എഴുതി ചെയ്യുന്ന പോലെ തന്നെ സെക്യൂർ പൊയ്യക്കൊടിന്ന്. അത് പോസ്റ്റ്മാനും അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഇതാ ഓപ്പൺ സിറ്റൗട്ടായിട്ടോ. എനിക്ക് ഇങ്ങനെ ഇരിക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണണം. ഇവിടെ ആദ്യം ഇങ്ങനെ എൽ ഷേപ്പിലുള്ളത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റി ഇവിടെ ഇങ്ങനെ ബെഞ്ച് ഇട്ടു. അപ്പോൾ ഈ ഒരു ബെഞ്ച് ഞങ്ങൾ ആശാരിക്ക് ചിത്രം കാണിച്ചു കൊടുത്തിട്ട് അവർ അതേപോലെ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനിങ്ങനെ ഒരു കുഷ്യനും വെച്ചിട്ടു. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ, വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ, പൊടിയൊക്കെ കഴിഞ്ഞാൽ തുടക്കാലെന്ന് വെച്ചിട്ട് റെക്സിൻ്റെ കുഷ്യൻ അടിച്ചിട്ടാട്ടോ ഞാൻ. പിന്നെ ഇവിടെ നമ്മളെ ആർട്ടിഫിഷ്യൽ പ്ലാന്റും വെച്ചിട്ടുണ്ട് വലിയൊരു പോട്ടിൽ. പിന്നെ ഈ ഒരു വാള് എല്ലാവരും ചോദിക്കുന്നുണ്ട് വാൾപേപ്പർ ആണോ എന്നിട്ട്. വാൾപേപ്പർ പോലുള്ളൊരു ടൈല്. ഇവിടെ ആദ്യം സ്റ്റോണിൻ്റെ ആ ഒരു ഡിസൈനാണ് ഉണ്ടായിരുന്നത്. അത് ഇവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഡാമേജ് ആവും ചെയ്തു. അത് മാറ്റണം എന്ന് ഞങ്ങൾ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്നാൽ അതും കൂടി അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എങ്ങനെ ടൈൽസ് ഒട്ടിക്കുക, ഇപ്പോൾ ടൈൽസ് ഒട്ടിക്കലൊന്നൊരു മോഡൽ ഇല്ല എന്നൊക്കെ ഇവരൊക്കെ പറഞ്ഞു ചെയ്തിരുന്നു. പക്ഷേ ടൈൽസ് ഒട്ടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പെയിന്റ് അടിച്ചാൽ നല്ല പണി കിട്ടും. നല്ല അങ്ങനെ നടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ കൂടിയൊക്കെ നല്ല അഴുക്കാവും. പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടൈൽ തന്നെ കിട്ടിയിട്ടോ. എനിക്ക് തോന്നുന്നത് മോഡലൊന്നും പോവാത്തൊരു ടൈപ്പ് ഒരു ടൈലാണിത്. ഇതങ്ങനെ വലിയൊരു ടൈലാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ചിത്രം ഇങ്ങനെ 3D ആയിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. എന്തോ പഞ്ചിങ് പ്രിന്റോ അങ്ങനെ എന്തോ പറയും. പിന്നെ ചുമരിനോട് മാച്ച് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ടൈൽ തന്നെയാണ് താഴ്ത്തോട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ എല്ലായിടത്തും ഇങ്ങനത്തെ വാട്ടർ അബ്സോർബൻറ്റ് ചവിട്ടിയാണ് തോട്ടിട്ടുള്ളത്. എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. പിന്നെ നമ്മുടെ ഈ ഒരു തൂണുണ്ടല്ലോ, ഇത് ഉരുണ്ട തൂണായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും ചതുരത്തിലാക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തേപ്പുകാരനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചതുരത്തിലാക്കിട്ടോ. അപ്പോൾ അതിന്മേൽ ടൈലൊക്കെ നല്ല വൃത്തിയിൽ ഒട്ടിക്കാനും പറ്റും. നമ്മളെ വീടൊരു ട്രഡീഷണൽ ആയിട്ടുള്ള വീട് പോലെ മരത്തിൻ്റെ സാധനങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ വൈറ്റ് കളറിലെ വാതിലുകളും കട്ടിലുകളും ഒക്കെ വൈറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെയുള്ള ഈ ഒരു ജനലും വാതിലും മാത്രമേ ഉള്ളൂ മരക്കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈലും ഇതൊക്കെ വന്നപ്പോൾ ആ ഒരു മരക്കളർ ഇവിടേക്ക് ചേരാത്ത പോലെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെയിൻറ്റുകാരോട് പറഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് വൈറ്റ് അടിച്ചു. അപ്പോൾ വീട് റെനോവേഷൻ ചെയ്യണം എല്ലാവരും പറയും ഒരു പണി എടുത്താൽ ഒരു പണി. അതേപോലെ വൈറ്റ് പെയിന്റ് അങ്ങോട്ട് അടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ 4 പുറം വെച്ചിരുന്ന ചില്ലൊക്കെ ആകെ പഴകിയ പോലെ ആയി. മിൽക്കിമ പ്രിന്റ് ഉള്ളൊരു ഇതായി. അപ്പോൾ ഞങ്ങൾ അതും കൂടി അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് 4 പുറം ഈ ഒരു ഗ്ലാസ് ഇട്ടു. പിന്നെ സെൻട്രലിൽ ഇങ്ങനെ മിറർ ഗ്ലാസ് ആണ് വരുന്നത്. അത് ഞങ്ങൾ അകത്തുനിന്ന് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതായിരുന്നു. അന്ന് ഫുള്ളും അത് ഇടാന്നാണ് വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ പക്ഷികൾ കൊത്തുന്നൊക്കെ പറഞ്ഞിട്ട് ആശാരി അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 4 പുറം മിൽക്കി പോലെയുള്ള ആ ഒരു ഗ്ലാസ് ഇട്ടു. അത് ഈ മുൻവശത്ത് വരുന്ന എല്ലാ ജനലിനും അങ്ങനെ മാറ്റിയിട്ടു. പിന്നെ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ആക്സസ് ഇങ്ങനെ സിമ്പിളായിട്ട് വേണം എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ. അതുപോലെ നമ്മളെ മുൻവശത്ത് ഉണ്ടായിരുന്ന ഷൂറാക്കിനെ ഇവിടേക്കും വെച്ചിട്ടു, ഈ ഒരു സൈഡിലേക്ക്. മുൻവശത്താവും ചെയ്യൂല, എന്നാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കുകയും ചെയ്യാം. അപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമുക്കൊരു കുടുങ്ങിയ പോലെ തോന്നില്ല, ഒരു ഇടുക്കവും ഫീൽ ചെയ്യണില്ല. പിന്നെ പാറയും കല്ലുകളും ഒക്കെ ആയിട്ട് ഒരു പ്രകൃതിയിൽ ഇറങ്ങിയിരിക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ സിറ്റൗട്ട് പഴയതായിരുന്നു ഭംഗി, ഇത് പൊളിക്കണ്ടായിരുന്നു അങ്ങനെ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം പറയുന്നു എല്ലാ വർക്കും കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞു. ഇപ്പം എനിക്ക് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വാതിൽ കട്ടിലുകളൊക്കെ ഇരുമ്പിൻ്റെതാക്കിട്ടോ. ഇതിങ്ങനെ ഗ്ലാസിൻ്റെതാവുകൊണ്ട് സേഫ്റ്റിക്ക് ഇവിടെ അങ്ങനെ ഇരുമ്പിൻ്റെ പട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇതാ നമ്മളെ ലിവിംഗ് റൂം കേട്ടോ. അപ്പോൾ ലിവിംഗ് റൂമിൽ ആദ്യം സോഫ ഇട്ടിരുന്നത് ഇങ്ങനെ കോർണർ ആയിട്ടായിരുന്നു കേട്ടോ. ഇവിടെ അവിടെ ഇരുന്നു കൊണ്ടുള്ള ഇങ്ങനെ വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്നും ഒരിക്കലും
എപ്പോഴും നടക്കും എന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പൊ അതൊക്കെ അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ നടന്നു. ഇത് പെരിന്തൽമണ്ണ എക്സൽ ഫർണിച്ചറിൽ നിന്നുണ്ട് ഈ ഒരു സോഫ ഉള്ളത്. ഇവിടേക്ക് 3 സീറ്ററും അവിടേക്ക് 2 സീറ്ററും ആണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ കാർപ്പറ്റും വേണം എന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടേക്ക് നല്ല ആപ്റ്റ് ആയിട്ടുള്ളൊരു കാർപ്പറ്റും കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 3 സീറ്റർ ആകുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരുമല്ലോ. അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് ഈ ഒരു പ്ലാന്റും വെച്ചിട്ടോ. ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അതിന് 3000-ഓളം റേറ്റ് ഉണ്ട് കേട്ടോ. ഈ പോട്ടാണ് ഇതിന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കേട്ടോ. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. പിന്നെ ഇവിടെ സീബ്രാക്കാർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ റോമൻ ബ്ലൈൻസ് ആക്കി. അപ്പൊ ഞാനിവിടെ ഗ്ലാസ് മാറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സമയത്ത് അപ്പുറത്തേക്ക് ഒരു വ്യൂ ഉണ്ടാകാൻ വേണ്ടി ഈ ഭാഗത്ത് മാത്രം പ്ലെയിൻ ഗ്ലാസ് ആക്കി കിട്ടും. അപ്പൊ പകലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ പാറയും പാറക്കല്ലുകളും ഒക്കെ ഇവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് വീടൊക്കെ ഇന്റീരിയർ ചെയ്യുമ്പോൾ ഫോട്ടോകളൊക്കെ എല്ലാവരും പെയിന്റിംഗ് ഒക്കെ വെക്കുമല്ലോ. എനിക്ക് അതിന് പകരം ഫോട്ടോസ്, നമ്മളെ ഫോട്ടോസ് തന്നെ വെക്കുമ്പോൾ നമ്മളൊരു ജീവനുള്ള പോലെ തോന്നില്ല. നമ്മളൊരു സ്റ്റോറികൾ ഇങ്ങനെ വേണം, അതിൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടൊന്നും വെച്ചിട്ടില്ല. കാരണം നമുക്കത് പറ്റൂല എന്നാണല്ലോ പറയാ. പക്ഷെ എനിക്ക് കുറേ ആൾക്കാർ ഗിഫ്റ്റ് ആയിട്ട് കുറേ ഫോട്ടോസ് ഉണ്ട്. ഇവിടെ നിറച്ച് ഫോട്ടോസ് ഉണ്ടായിട്ടോ. അങ്ങനെ ഫോട്ടോസ് വെച്ചിട്ട് നമുക്കൊരു കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോഴാണ് എനിക്കായിട്ട് ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇവിടെ വെച്ചിട്ടോ. വീട് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഇവിടെ വെക്കണം, പുതിയത് എടുക്കണം എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ വലിയൊരു ഫാമിലി ഫോട്ടോ വെക്കണം. യാമിക്കുട്ടി ബൂപ്പുക്കുട്ടിയിൽ ഞങ്ങൾ എല്ലാവരും ഉള്ളൊരു ഫാമിലി ഫോട്ടോ. പക്ഷെ ഇപ്പൊ ബൂബുക്കുട്ടൻ പോയതോടെ ഞങ്ങളെ ഫാമിലി കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി ബൂബുക്കുട്ടനുള്ള ഈ ഒരു ഫാമിലി ഫോട്ടോ ഞങ്ങൾ എടുത്ത്. അപ്പൊ ആ ഫോട്ടോ ഇങ്ങനെ വെക്കാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ ഇതാ ഇവിടെ ഈ ഒരു മെറ്റലിന്റെ കാലിഗ്രഫി വെച്ചിട്ടോ. ഇത് വീടിരിക്കുന്ന സമയത്തേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിനിങ്ങനെ ബോർഡർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടി ഇട്ട് അതിന് വേറെ സെപ്പറേറ്റ് പെയിന്റ് ഒക്കെ കൊടുത്തിരുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോ ഇങ്ങനെ വൃത്തികേടായിട്ട് തോന്നും കേട്ടോ. അപ്പൊ അതൊക്കെ മൊത്തത്തിൽ പൊളിച്ചിട്ട് പ്ലെയിൻ ആക്കി. പിന്നെ ഇതാ ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒരു ഇത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വ്യൂ ഉള്ള ഒരു ഇത്. ഇതൊക്കെ അന്ന് വീട് പണ്ട സമയത്ത് ഞാൻ ചെയ്യിപ്പിച്ചത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മുടെ വീടിന്റെ ഒരു മാറ്റം വന്നിട്ടുള്ളത് സീലിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്തു. അതായത് സീലിംഗ് ചെയ്തിട്ടില്ല, സീലിംഗ് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ വീട് മൊത്തം വെള്ള പെയിന്റ് അടിച്ചിട്ടോ. പിന്നെയുള്ള മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ സ്റ്റെയർ കേസ് സ്റ്റീലിന്റെ തരും കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റെയർ കേസ് വേണം എന്നുള്ളത് നല്ലൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ വാതിൽക്കട്ടലിന്റെ ആളോട് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു സ്റ്റെയർ കേസും കൂടെ ഉണ്ടാക്കിപ്പിച്ചു കേട്ടോ. അവരെന്നെ ഇത് തന്നെയാണ്. ഒഴിവാക്കിയതല്ലേ ഇവിടുന്ന് കുട്ടി. അപ്പൊ ആദ്യത്തെ സ്റ്റെയർ കേസിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇങ്ങോട്ടൊരു ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതൊരു പ്രശ്നമൊന്നും അല്ലാന്നൊക്കെ തോന്നി. കാരണം ഇവിടെ കമ്പി ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ചെറുക്കിക്കൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നായിരുന്നു. അപ്പൊ ഇതാ ഞങ്ങൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ കുറച്ച് ഫ്ലവർ വെച്ചിട്ടോ. ഇവിടെ എന്താ വെച്ചാൽ ബൂബുക്കുട്ടൻ എപ്പോഴും കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ബൂബുക്കുട്ടൻ കിടക്കുന്ന ഒരു കൊട്ടയാണിത്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ബൂബുക്കുട്ടൻ കിടക്കുന്ന കൊട്ടയിൽ പൂക്കൾ വെച്ചു. പിന്നെ നമ്മുടെ ഈ വനിതാ വീടിന്റെ ഈ ഒരു ഇതും പിന്നെ അതേപോലെ സിൽവർ പ്ലേ ബട്ടണും എല്ലാവരും ഉണ്ടായിരുന്നത് ഈ ഒരു ചുമരിലായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് ചേഞ്ച് ആക്കണം വിചാരിച്ചിട്ട് ഞാനിതാ ഈ ഒരു ചുമരുമൊക്കെ ആക്കിയിട്ടു. അതിങ്ങനെ ഓർഡറായിട്ട് വെക്കാതെ ഒരു അത്ര വലിയ ഓർഡർ അല്ലാത്തൊരു തരത്തിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ലിവിംഗ് റൂം കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് ഡൈനിങ് സ്പേസ് ഉള്ളത്. ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ വീടിരിക്കുമ്പോൾ ഡൈനിങ് ടേബിൾ ആണ്. സാധാ പ്ലെയിൻ ഗ്ലാസ് ആണ്. യാമിക്കുട്ടിയെ പ്ലെയിൻ ഗ്ലാസ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ആ ഒരു ബ്രൗൺ കളർ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വൈറ്റ് ആണ് എപ്പോഴും ഇഷ്ടം. അങ്ങനെയാണ് പിന്നെ ഞാൻ വാൾപേപ്പർ ഒട്ടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് പിന്നെ ഗ്ലാസ് മാറ്റി കേട്ടോ. ഇപ്പൊ പിന്നെ എല്ലാരും വാൾപേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിൾ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ അതിനുള്ളൊരു ടീം തന്നെ ഉണ്ട് തോന്നുന്നുണ്ട്. അന്ന് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയതാണ് വാൾപേപ്പർ വെച്ചിട്ട് ചെയ്ത് നോക്കി നോക്കാന്നൊക്കെ കേട്ടോ. അപ്പൊ ആദ്യം വാൾപേപ്പർ വെച്ചിട്ട് അത് മാറ്റി. പിന്നെ അപ്പൊ മരത്തിന്റെ കസേരണ്ടായിരുന്നു. പിന്നെ പതുക്കെ അതും വൈറ്റ് ആക്കി. ഇപ്പൊ മൊത്തത്തിൽ വൈറ്റ് ഡൈനിങ് ടേബിൾ ആയിട്ട് ഈ ടേബിൾ റണ്ണറും പിന്നെ ഈ ഒരു പാത്രം ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ. ഈ ക്യാൻഡിലൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന്റെ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിനൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. അത് കണ്ടപ്പോ നല്ല ഇഷ്ടപ്പെട്ടപ്പോ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ വീട് പണ്ട സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇരിപ്പിടൊന്നും പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇവിടെ ജനലിന്റെ അവിടെ ചെറിയൊരു സ്പേസ് പോകാൻ ഇത്ര സ്പേസ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു സ്റ്റോറേജും കിട്ടും, ഒരു ഇരിപ്പിടം ആവും. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ സ്പേസ്. അപ്പൊ ഇവിടെ 2 കുഷ്യന് വെച്ചു. പിന്നെ ഇതാ ബൂബുക്കുട്ടന്റെ ഒരു വലിയ ഫോട്ടോ ഇവിടെ വെച്ചു. അതുപോലെ എടുത്തുന്നത് തന്നെ ഒരു ഫോട്ടോ കേട്ടോ.
കണ്ടു കഴിഞ്ഞാൽ ബൂബുവിനെ പരിചയമില്ലാത്തവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ പേടിയൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ അവന്റെ ഈ നോട്ട എന്ത് നോട്ടാന്ന് എനിക്കറിയാം. അത്ര ക്യൂട്ടല്ലാതെ നോക്കുന്ന ഒരു നോട്ടാണിത്. അപ്പൊ ഇത് ഇവിടെ വെച്ചപ്പോൾ ഭയങ്കര ആശ്വാസമായിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് വർത്താനം പറയാ നോക്കാം. ചിലപ്പോ തോന്നും എനിക്ക് ഫോട്ടോ കാണുമ്പോ ഓന് പറയും ഞാനിവിടെ ഉണ്ട് ഒളിച്ചിരിക്കുകയാണെന്നുള്ള പോലെ തോന്നിട്ടു. ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഡൈനിങ് ഹാളിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മളെ വൈഫൈന്റെ വൈഫൈന്റെ സംഭവങ്ങളൊക്കെ മറക്കാൻ വേണ്ടിട്ട് ഇതാ ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടോ. അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതേപോലെ ഡൈനിങ് ഹാളിന്റെ ഈ ഒരു കത്ത് നമ്മൾ മാറ്റിട്ട് അവിടെ സീബ്ര കട്ടൻ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിയിലൊക്കെ സ്റ്റോറേജുകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഡൈനിങ് ഹാളിൽ ഈ ഒരു ചുമരില് ആദ്യം TV വാളൊക്കെ വെക്കാനൊരു ഏരിയ ഉണ്ടായിരുന്നു. അതിന് സെപ്പറേറ്റ് ഒരു പെയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പൊടിച്ചിട്ട് ആദ്യമൊക്കെ തേച്ചിട്ട് അവിടെ പ്ലെയിൻ ആക്കിട്ടോ. പിന്നെ ഒരു TV വെച്ചു. അതിന്റെ മുകളിൽ ഒട്ടിക്കുന്ന ക്ലോക്കൊക്കെ വെച്ചു. ഈ TV നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും, ഇത്ര തിരിക്കാൻ പറ്റും. ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ടും ഇവിടെ ഇരുന്നിട്ടും ഒക്കെ കാണാൻ പറ്റും. അത് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു സ്റ്റാൻഡൊക്കെ എല്ലാവരും പറയണ്ടാവും ഇങ്ങനത്തെ സ്റ്റാൻഡ് ഉണ്ട് എന്നൊക്കെ ഉണ്ടല്ലോ. അറിയാത്തൊരു നീ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ റിമോട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് കിട്ടും. ഈ ഒരു സ്റ്റാൻഡ് വന്നിട്ട് ഇങ്ങനെ ഒരു പലകയാണ്. അപ്പൊ ഇതിന്റെ ബാക്കിൽ 2 ഹോൾ ഉണ്ടാവും. അതിന് വലിയ സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂമൊക്കെ അതിങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അതൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചത് തന്നെ. ലിവിംഗ് റൂമും ഡൈനിങ്ങും കഴിഞ്ഞ് ആ ഒരു ഭാഗത്താണ് ഞങ്ങൾ വാഷ് ബേസിൻ ഏരിയ ഉള്ളത് കേട്ടോ. അവിടെയും ആദ്യം വേറൊരു സെറ്റപ്പ് ആയിരുന്നു, വേറൊരു ടൈലും കാര്യങ്ങളും. വാഷ് ബേസിന് ആകെ കേട് വന്ന പോലെ ആയിരുന്നു. ആമിക്കുട്ടിയൊക്കെ പിടിച്ച് വലിച്ച വീഴൊന്നുണ്ടായി. വാഷ് ബേസിൻ മാത്രമേ മാറ്റാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ മൊത്തത്തിലെ ടൈൽസും കാര്യങ്ങളൊക്കെ മാറ്റി ആ ഏരിയ തന്നെ മാറ്റിട്ടോ. ഈ ടൈലിന് ഒരു ബ്ലൂ ആണ് കേട്ടോ, ഒരു ഓക്സ്ഫോർഡ് ബ്ലൂ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ബ്ലൂ ആണ്. ഒരു സിൽവർ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ടൈലിന് അങ്ങനെ ഫുള്ള് ഹൈറ്റിൽ തന്നെ വെച്ചു. പിന്നെ ആ ഹൈറ്റിൽ തന്നെ 2 ലൈറ്റ്. നമ്മുടെ വീട്ടിലൊരു ഹാങ്ങിങ് ലൈറ്റ് തൂങ്ങണം എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഹാങ്ങിങ് ലൈറ്റ് ഉള്ള വീടാവണം എന്നൊക്കെ. പിന്നെ ഇതാ ഇവിടെ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ ക്ലീനേഴ്സ് വെക്കാനുള്ള ഒരു ബോക്സ് വാങ്ങിച്ചു. അതിൻ്റെ തന്നെ ബ്രാൻഡാണ് കേട്ടോ ഇതും. ഹാൻഡ് വാഷ് ഇങ്ങനെ ഞെക്കിയിട്ട് എടുക്കുന്ന ഹാൻഡ് വാഷ് എടുക്കുന്നത് ഇതൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചത് തന്നെ കേട്ടോ. ഇതൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. നിങ്ങൾക്കും വാങ്ങിക്കാമല്ലോ. നമ്മൾ സിറ്റൗട്ടിത്തെ ഗ്രാനൈറ്റ് പൊട്ടിച്ചപ്പോൾ അത് ഇതിന്റെ മുകളിൽ ഇട്ടതാണ് കേട്ടോ. ടാപ്പിന്റെ കാര്യത്തിൽ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ടാപ്പ് പൈപ്പ് തുറക്കാൻ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. ഇതെങ്ങനെ തുറക്കാം, അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ഒരു ടാപ്പ് വേണമെന്നുള്ളത്. അത് എന്തിനാന്നൊക്കെ അറിയില്ല. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ തുറക്കുക എന്നറിയാതെ ഇങ്ങനെ നമുക്കറിയാത്തത് ഉണ്ടാവുമോ അങ്ങനെ തോന്നും. അപ്പോൾ അന്ന പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടാപ്പാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു വാഷ് ബേസിൻ ഉണ്ടല്ലോ, ഇത് ചതുരത്തിലുള്ളതാണല്ലോ. ഈ ചതുരത്തിലുള്ള അത്ര നല്ലതല്ല കേട്ടോ. നമ്മളത് ആദ്യത്തെ ഇങ്ങനെ ബൗളായിരുന്നു. അതാകുമ്പോൾ എല്ലാ അടുക്കളും ഇങ്ങനെ പോകുമല്ലോ. ഇത് ഇങ്ങനെ പരന്ന് അങ്ങനെ കിടക്കും. അപ്പൊ അത് ക്ലീൻ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ക്ലീൻ ആക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല, ചതുരത്തിൽ പരന്ന ഈ ഒരു വാഷ് ബേസിൻ. പിന്നെ ഇതിന്റെ അടിയിൽ മൾട്ടിവുഡിന്റെ ബോക്സ് ആണ് കേട്ടോ. മൾട്ടിവുഡ് പിന്നെ ഒരിക്കലും ചെതൽ പിടിക്കൂലല്ലോ. അപ്പൊ മൾട്ടിവുഡിന്റെ ബോക്സ് ആശാരി വെച്ചു. അപ്പൊ ഞങ്ങൾ ഇവിടെ സ്റ്റോറേജും കാര്യങ്ങളും ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് യാമിക്കുട്ടി അത് പിടിച്ച് വലിക്കും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഇത് വൈറ്റ് കളറായിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ ഞങ്ങൾ ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്, അപ്പൊ ആ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് ഒന്നും വേണ്ട, ഒരു ബോക്സ് മാത്രം മതി എന്നിട്ട് അങ്ങനെ ആക്കി. പിന്നെ നമ്മുടെ ആദ്യം ഇങ്ങനെ തട്ടായിട്ടുള്ള കണ്ണാടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു മിറർ അത് ഓൺലൈനായിട്ട് വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വാങ്ങിച്ച് ഈ വാഷ് ബേസിൻ ഏരിയ ടപ്പനാക്കി. എന്നിട്ട് അവിടെ ഒരു നീളം വാളുണ്ട്. ആ ഒരു വാളിൽ ഞാനിങ്ങനെ നീളത്തിൽ കണ്ണാടി വെച്ചിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ അത് മാറ്റിയിട്ട് ഞങ്ങൾ 3 കുട്ടികളിൽ ഫോട്ടോസ് വെച്ചിരിക്കുക. 3 കുട്ടികളും ചെറുപ്പത്തിൻ്റെ ഫോട്ടോസ്. അപ്പൊ അതിന് ഞങ്ങള് കണ്ണിന് പോയിന്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ എനിക്കൊരു സ്പോട്ട് ലൈറ്റ് വേണമെന്ന് ആഗ്രഹമായിരുന്നു. അവിടേക്ക് ഒട്ടിക്കണതാണത്, ഒട്ടിക്കണല്ല ആടി പിടിപ്പിക്കണത്. റീചാർജ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് ലൈറ്റ് വാങ്ങിച്ചു കേട്ടോ. അതിന് റിമോട്ടാണ്. അപ്പൊ അത് അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇതാ ഷെഫുക്കുട്ടനാണ്. പിന്നെ ഇത് ഞങ്ങളെ ബൂബുക്കുട്ടന്, ഇത് ഞങ്ങളെ യാമിക്കുട്ടി. ഞാൻ പറയും ഏറ്റവും ക്യൂട്ട് ബൂബുക്കുട്ടനാണ്. അപ്പൊ അവിടെ ഇങ്ങനെ 3 ഫോട്ടോയും മുകളിലുള്ള ലൈറ്റും താഴെ ഒരു ലാവൻഡർ ഫ്ലവർ ഒക്കെ ഉള്ളൊരു ഫ്ലവർ വേസും വെച്ചിട്ടു. വേസ് നമ്മളുടെ ആദ്യത്തെ വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ്. അപ്പൊ അതിന്മേ ജസ്റ്റ് വാൾപേപ്പർ ചുറ്റിയിട്ട് ഓനെ സെറ്റ് ആക്കിയതാ. ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചു. പിന്നെ ഇവിടെ അങ്ങനെ ഒരു വാട്ടർ അബ്സോർബന്റ് ചവിട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്ലാനിങ് ഒന്നും കൂടാതെ എടുക്കുന്ന വീഡിയോ ആണ്. എന്തൊക്കെയായി, ഹോം ടൂർ കറക്റ്റ് ആയോ എങ്ങനെയൊന്നും അറിയില്ല. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തരാതെ കാര്യമില്ല. എന്നാൽ എനിക്ക് ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ എന്തോ ഒരു പോലെ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ ലിവിംഗ് റൂം കാണിച്ചു തന്നു. പിന്നെ നമ്മളെ ഡൈനിങ് കാണിച്ചു തന്നു. പിന്നെ വരുന്നത് നമ്മളെ വാഷ് ബേസിൻ ഏരിയയും അത് കിച്ചണും ആണ് കേട്ടോ. താഴെ 3 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. 2 ബാത്റൂം. 2 ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാത്റൂം 3 in 1 ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ റൂം കാണിച്ചു തരാം.
ഈ റൂമിൽ ഇപ്പൊ ഷെഫ് മോനാണ് കേട്ടോ. ഇവിടെ വീടിന്റെ സമയത്ത് കട ഉമ്മാന്റെ ഇപ്പാന്റെ റൂം വരുന്നത്. വീടിന്റെ സമയത്ത് ഒരു 5-6 വർഷം ഒരു ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെയാണ് അനിയന് വീട് വെച്ചിട്ട് അങ്ങോട്ട് മാറിയത്. ഇവിടുത്തെ എല്ലാ റൂമും 10x10 കേട്ടോ ഉള്ളത്. ഇവിടെ ഇപ്പൊ എന്താ ഇങ്ങനെ കട്ടിലുണ്ട്, ഇങ്ങനെ അലമാര വരുന്നുണ്ട്. ഇതിൽ ഷെഫ് കുട്ടന്റെ കുപ്പായങ്ങളുണ്ട്. ഇവിടെ ഷർട്ടുകള്, പാന്റുകള്, ഇവിടെ ടീഷർട്ടും ട്രൗസറും അങ്ങനെയുള്ളതൊക്കെ. പിന്നെ അടിയിൽ അണ്ടർവെയറും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. കുറെ കുടുംബം ഞാൻ നീറ്റാക്കി മടക്കിയേക്കും. ഡെയിലി മടക്കല് ഓൻ തന്നെ മടക്കും. പിന്നെ അവിടെ അങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ശരിക്കും ഇവിടുത്തെ ടേബിൾ അല്ല. ഈ ഒരു ടേബിൾ എനിക്ക് ഓഫീസ് ടേബിൾ ആയിട്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ സെറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ ഞാനൊരു നിസ്കാരത്തിന്റെ ഏരിയ സെറ്റ് ആക്കേണ്ടത്. അപ്പൊ ഷെഫ് കുട്ടന് പക്ഷെ ഈ ഒരു മേശ എപ്പോഴും ആവശ്യം. അപ്പൊ നീ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മാറ്റിയിട്ട് അങ്ങോട്ട് ഇടണം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അതൊക്കെ അന്നത്തെ ഒരു ഇതിന് അങ്ങനെ ചെയ്തത്. അതൊക്കെ ശരിക്കും വേസ്റ്റ് ആണ്. വെറുതെ ഒരു സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം. അതിൽ ഞാൻ ബുക്കും മുസാഫൊക്കെ വെച്ചിരുന്നത്. അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി അവിടെ ജസ്റ്റ് ഒരു ഷോ പീസുകൾ വെച്ചിരിക്കുക. അപ്പൊ രാത്രി ആയിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ജനലൊക്കെ തുറന്നിട്ട് കാണാനാണ് ഇഷ്ടം. ജനൽ തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്തും കുറച്ച് പാറയും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒരു സെറ്റ് അപ്പുറത്തുണ്ട്. അപ്പൊ ഞാൻ ഇതിലൊക്കെ വെള്ളമാകുമ്പോൾ കാണാനേ ഇല്ലല്ലോ. അപ്പൊ ഒരു നീല കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തതാണ് കേട്ടോ. ഷെഫ് കുട്ടന്റെ റൂമിൽ ഇതാ യാമിക്കുട്ടിയും ഷെഫ് മോനുമുള്ള ഫോട്ടോ ആണ്. എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടാട്ടോ ഞാൻ വെച്ചിരുന്നത്. അത് യാമിക്കുട്ടിക്ക് 6th month ആകുമ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോ. റെനന്റെ ഷെഫ് മോന്റെ ഒരു ഫോട്ടോ വെക്കണം എന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി അതിപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും എന്താ പറയുക, അതായത് നിങ്ങൾ മാത്രമല്ല ഇവിടെ വരുന്നവരാണെങ്കിലും ആർക്കെങ്കിലും അത് നന്നാവും എനിക്കറിയില്ല. പക്ഷെ എനിക്കുണ്ടായിരുന്നു ഓളം കൂടി ഇവിടെ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഇവിടെയാണ് എനിക്ക് കണ്ണാടി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. യൂണിറ്റ് ആദ്യം ഇവിടെ ഒരു സ്റ്റാർ പോലത്തൊരു ഇതായിരുന്നു കേട്ടോ. അത് ചെറുതായിരുന്നു. ഇവിടെ ചെറുതേ വെക്കാൻ പറ്റുള്ളൂ. ഈ സ്വിച്ച് ബോർഡ് കുറച്ച് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ സ്വിച്ച് ബോർഡ് കുറച്ച് ഇങ്ങോട്ടാക്കി കുറച്ച് നീളത്തിലുള്ള കണ്ണാടിയൊക്കെ ആക്കി ഞാൻ ടിവിയുടെ റിമോട്ട് വെക്കുന്നത് കാണിച്ചതല്ലേ, അതിന്റെ കൂടെ സെറ്റായി. ഈ ഒരു 2 പീസായിട്ടാണ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഇവിടെ വെച്ചു, ഒരു കഷ്ണം അവിടെയും വെച്ചു. ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഇങ്ങനെ മൂന്ന് തരത്തിലാവും. വെള്ള, വാമ്, പിന്നെന്താ ന്യൂട്രി വൈറ്റോ അങ്ങനെയൊക്കെ ആവും. അപ്പൊ ഇതാണ് ഷെഫ് കുട്ടന്റെ റൂം. നമുക്ക് ഞാൻ പറഞ്ഞ 3-in-1 ബാത്റൂം കാണിച്ചത്. അപ്പൊ അവിടെ ആ ബാസ്കറ്റിൽ ഇങ്ങനെ അത് തൂങ്ങിക്കിടക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ. ബാത്റൂമിന്റെ ഡോറുകളൊക്കെ നമ്മൾ വീടിന്റെ സമയത്ത് സാധാരണ ഒരു മരക്കളർ ഉണ്ടാവില്ല, അതായിരുന്നു. അതൊക്കെ പിന്നീട് മാറ്റിച്ചതായിരുന്നു. അങ്ങനെ ഇടയിലിടയിൽ ഓരോ മാറ്റങ്ങൾ എപ്പോഴും വരുത്തും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ബാത്റൂം. ഇത് ഹാളിൽ നിന്ന് വരാൻ പറ്റിയ ബാത്റൂം, ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയ ബാത്റൂമും, പിന്നെ ഈ റൂമിൽ നിന്നും കൂടി ഇവിടേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. ഇതേ സെയിം ആണ് മറ്റേ ബാത്റൂമും. ബാത്റൂമിൽ ഇത് ആദ്യം ഞങ്ങൾക്ക് വാഷ് ബേസിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ബാത്റൂമിന് വാഷ് ബേസിനാക്കി സോപ്പും ഷാമ്പൂ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് റിസോർട്ടിലൊക്കെ പോയാലുണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് കുളിക്കാനും എടുക്കാനും ഒക്കെ ഒരു സുഖമാണല്ലോ, നല്ലൊരു സൗകര്യമാണ്. നമുക്ക് ചൂടുവെള്ളമൊക്കെ പല സമയത്തും ആവശ്യക്കാരെയും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഇഷ്ടമൊക്കെ എനിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാണ്. പണ്ടൊക്കെ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുളിക്കും, കാലെടുക്കൊക്കെ ചെമ്പിക്കും. എനിക്ക് എത്രക്ക് ഇഷ്ടമാണോ നമുക്ക് ഹീറ്റർ വെക്കണം എന്ന് പറയും. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്കത് വെക്കാൻ പറ്റിയത്. അങ്ങനെ ചൂടുവെള്ളവും തണുത്ത വെള്ളം ആക്കി. പിന്നെ അതുപോലെ ഞാൻ ചുമരിൽ നിന്നുള്ള ക്ലോസറ്റുമാണ് ഇവിടെ വെച്ചത്. അതും ഒരു വൃത്തിയാണല്ലോ നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ. അപ്പൊ എല്ലാവരും പറയും ചുമരിൽ നിന്നുള്ള ക്ലോസറ്റ് അപകടമാണ്, പൊട്ടിച്ചാൽ. അതായത് അത്ര വലിയൊരു ഹൈറ്റിലൊന്നും അല്ല, നമ്മളെ കാല് നിലത്തിരിക്കും, അങ്ങനെയാണ് അത്. പിന്നെ പൊട്ടിച്ചാടുന്നത് ചില ഫിറ്റിങ്സിന്റെ ഒക്കെ കുഴപ്പങ്ങളോ അങ്ങനെ പൊട്ടിച്ചാടാൻ സാധ്യതയില്ല. ഞങ്ങൾ മുകളിലത്തെ ബാത്റൂമിൽ അങ്ങനത്തെ ചുമരുമുള്ള ക്ലോസറ്റ്. അപ്പൊ അത് ക്ലീൻ ആക്കുമ്പോൾ നല്ല സുഖം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ആക്കിയതുണ്ടോ. അങ്ങനെ ബാത്റൂം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത റൂം ഇതാണ് കേട്ടോ ഞങ്ങളെ റൂം. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ റൂമിലത്തെ കണ്ണാടിക്കൊക്കെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ മിൽക്കിമേ പ്രിന്റ് ഉള്ളതായിരുന്നു. അപ്പൊ ആ പ്രിന്റ് കണ്ടുകൊണ്ട് മടുത്തിട്ട് നമുക്ക് വാൾപേപ്പർ വെച്ചിട്ടുണ്ടോ. എല്ലാ റൂമിലേക്കും വാതിലിൽ ഇങ്ങനെ വാൾപേപ്പർ ഇപ്പുറത്തും അപ്പുറത്തും വെച്ചു. അപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ പഴയ ചിത്രയിൽ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്ര കാണുന്നില്ല. പിന്നെ ആ വാതിലിന്റെ ബാക്കിൽ ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ടുണ്ടോ ഇങ്ങനെ തൂക്കാനുള്ളത്. അത് ബോറാണെന്ന് ചിലവർ പറയും, പക്ഷെ നല്ല യൂസ്ഫുൾ ആണ്. എനിക്ക് ചുമരിൽ അടിക്കണ അത്ര ഇഷ്ടമില്ല. പിന്നെ ആ റൂമിലത്തെ പോലെ തന്നെ ഈ റൂമിലും ഇങ്ങനെ ഒരു തട്ട് കിട്ടും. അപ്പൊ ഞാൻ ഈ ഓരോ തട്ടിലും ഓരോ സാധനങ്ങളായിട്ടാണ് വെച്ചിരുന്നത്. മേലത്തെ തട്ടിൽ എത്തൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും സാധനമൊക്കെ വെക്കും. പക്ഷെ സ്റ്റോറേജ് ആയിട്ടാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ, അടപ്പുള്ളത്. അതെല്ലാം ഒന്നിലും മുട്ടുസൂചി, ഒന്നിലും ചില്ലറ പൈസ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനമായിട്ടാണ് വെക്കാറ്. ഇപ്പൊ പിന്നെ ഞാൻ ഒരു തട്ടിൽ മാത്രം ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ നമുക്ക് തോന്നൂലേ 3 എണ്ണത്തിൽ ഓരോന്ന് വെക്കണം, 3ലും ഒരുപോലെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ മിറർ യൂണിറ്റ് കാണിച്ചു തരാം, കണ്ണാടി യൂണിറ്റ്. ഇത് ഞാൻ അതേപോലത്തെ ഒരു മിറർ ഈ ഒരു സംഭവം മേടിച്ചതാണ് കേട്ടോ. ഇതിന് 2 സെറ്റ് ഉണ്ട്. അപ്പൊ ഒന്ന് അപ്പുറത്തെ റൂമിലും ഒന്ന് ഇപ്പുറത്തെ റൂമിലും. ഇത് മേക്കപ്പ് സാധനങ്ങളിലും ഇത് ഇക്കാടെ മേക്കപ്പ് സാധനങ്ങളും. ഇത് നല്ലൊരു ആഗ്രഹം. മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാനൊരു ബോക്സിൽ ഇട്ട് വെക്കും, എന്നിട്ട് വാഷ് ബേസിന്റെ അടുക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇവിടെ ഒരു കണ്ണാടിന്റെ അടുക്ക് വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാട്ടോ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു അടുത്തുനിന്ന് കാണുന്ന ഈ ഒരു ലൈറ്റും ഇങ്ങനെ വലിയ കണ്ണാടിയും നമ്മളെ സാധനങ്ങൾ ഇങ്ങനെ എടുക്കാൻ
എടുക്കാൻ പറ്റും ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുപോലെ ഒരു യൂണിറ്റ് സംഘടിപ്പിച്ചു. ഈ ഒരു കണ്ണാടി കുറച്ച് പഴക്കം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന്റെ 4 പുറം ഞാനിങ്ങനെ ഈ ഒരു സാധനം ഒട്ടിച്ചതാണ്. പിന്നെ അതിന്റെ ബാക്കി വന്ന കുറച്ച് മിററുകൾ ഇതിന് അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തതാണ്. എന്താ ഒരു ഡിസൈൻ ആവും ചെയ്തു, ആ കേടന്ന കുത്ത് കാണുമില്ല. പിന്നെ ഇവിടുത്തെ കട്ടിൽ ചുമരിനോട് ചാരിട്ട് ഇട്ടിക്കാൻ കേട്ടോ, കാരണം യാമിക്കുട്ടിയുള്ള കാരണം. പിന്നെ 10 റൂമാണ്, അപ്പൊ നടുവ് കിട്ടാൻ അത്ര സ്പേസും കുറവാണ്. എന്നാലും ഇടയ്ക്ക് ഞങ്ങൾ ചേഞ്ചിന് വേണ്ടിയിട്ട് നടുവ് കൂടും കേട്ടോ. പക്ഷെ ഇപ്പൊ ചേഞ്ച് പറ്റൂല, യാമിക്കുട്ടിയുള്ള കാരണം അരിക്ക് നീക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു സൈഡ് ടേബിൾ ഉണ്ട്. ഇതൊക്കെ വീടിരിക്കുന്ന സമയത്തേ ഉള്ളതാണ്. അത് അമ്മയെ വെള്ള കളറിൽ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഈ റൂമിൽ എന്റെ ഗർഭിണി ഫോട്ടോ ആണ് കേട്ടോ. അതിൽ ഞങ്ങളെ ഫാമിലി ഫുള്ളുണ്ട്. യാമിക്കുട്ടി വയറ്റിന്റെ ഉള്ളിൽ, അങ്ങനെ യാമിക്കുട്ടിനോട് വയറ്റിന്റെ ഉള്ളിലാണ് കേട്ടോ ഈ എന്ന് പറയും. പിന്നെ ഗർഭിണിയായിട്ടുള്ള കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒക്കെ ഒരു ലൈറ്റിൽ പോയിന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് ഇങ്ങനെ ഒരു ലൈറ്റ് ഒന്നും ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊക്കെ എപ്പോഴും ഞാൻ അങ്ങനെ നോക്കാം, അതിന് ഒരു ലൈറ്റ് വെക്കണം, ഇങ്ങനെ ലൈറ്റ് വെക്കാനുള്ളതാണത്, നമ്മൾ റിസോർട്ടിലൊക്കെ പോയി കാണുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിമക്കൊക്കെ ഒരു ലൈറ്റും അതിന്റെ അടിയിൽ ഒരു ഫോട്ടോയും ആഗ്രഹം പോലെ സാധിച്ചു. പിന്നെ ആ റാക്കിന്റെ മുകളിൽ യാമിക്കുട്ടിയുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുപ്പായങ്ങളാണ് കേട്ടോ ആ കൊട്ടയില്. അപ്പൊ ആ കൊട്ടയും ഓർമ്മകളും അവിടെ വെച്ച്. പിന്നെ ഈ റാക്കിന്റെ മുകളിൽ എന്റെ ബൂബുക്കുട്ടന്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുപ്പായങ്ങളും ഓന്റെ മണികളും ഞാനത് കാണിച്ചു തന്നില്ല. ഓന്റെ ഓർമ്മകള് അതിന്റെ മുകളിലും വെച്ചു. റാക്കിന്റെ മുകളിലാണ് കേട്ടോ ഈ ലൈറ്റിന് ഇങ്ങനെ പോയിന്റ് കൊടുത്തത്. ഞാൻ പറഞ്ഞ സീലിംഗ് ലൈറ്റിന് വേണ്ടി ഇങ്ങനെ കീറും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഇവിടെയും കീറിയിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെയുള്ള പോയിന്റ് ഉണ്ടാക്കി. ഇങ്ങനെ ഒരു യൂണിറ്റിന്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ. ഇരിപ്പിടം കൂടെ വേണമെന്നുണ്ടായിരുന്നു. ഇരിപ്പിടത്തിന് യാമിക്കുട്ടി സമയത്തില്ല, ഓളെ തെറ്റി കൊണ്ട് നടക്കും. പിന്നെ നമ്മുടെ ഷെൽഫിലെ ഇക്കാടാണ് കേട്ടോ. ഇവിടെ നീളത്തിലുള്ള തട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഡ്രസ്സാണ് ഇവിടെ നീളത്തിൽ തൂക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഇവിടെ ഒരു 2 തട്ട് ഫിറ്റ് ചെയ്ത് കാക്ക് വിശാലമായ ഒരു അലമാരായി. എന്നല്ലേ താഴെ 3 റൂമാണ്. അപ്പൊ ആ 2 റൂമിനും പോകാനുള്ള ബാത്റൂം ആ ഒരു ബാത്റൂം, പിന്നെ ഈ റൂമിൽ നിന്നാണ് ഈ ഒരു ബാത്റൂം ഉള്ളത് കേട്ടോ. ഇവിടുത്തെ ബാത്റൂമാണ് ആ ഒരു ബ്ലൂ കളറിലുള്ളത്. പിന്നെ യാമിക്കുട്ടിന്റെ റൂം നോക്കട്ടോ. ഇത് യാമിക്കുട്ടിക്ക് റെന കൊടുത്ത ചെരുപ്പാണ് കേട്ടോ, ഒരു ക്യൂട്ട് ചെരുപ്പാണ്. അപ്പൊ അത് ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടാണ്. അപ്പുറത്ത് ഡബിൾ ടാപ്പ് വെച്ചിട്ട് വീഡിയോന്റെ സമയത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യാമിക്കുട്ടിക്ക് നല്ലൊരു കിഡ്സ് റൂം പ്രതീക്ഷിക്കണമെന്ന്. ഇപ്പൊ അവൾക്ക് കിഡ്സ് റൂമിന്റെ ഒന്നും അറിയില്ലല്ലോ. അത് ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഓല റൂം അങ്ങനെയൊക്കെ ഉള്ള. ഇപ്പൊ ഓല കിഡ്സ് റൂം ഞമ്മക്കും വേണ്ടിയിട്ടാണ്, ഞമ്മക്ക് യൂസ് ആക്കാനുള്ളതിനും. അതുപോലെ ഇപ്പൊ അത് വേണ്ട, അതും കൂടി നടക്കൂലെന്ന് വിചാരിച്ചിട്ട് കിഡ്സ് റൂം ഒന്നും അലങ്കരിച്ചിട്ടില്ല. എന്നാ കുറച്ചൊരു കുഞ്ഞു ഒരു റൂം പോലെ ആക്കിയൊക്കെയാണ് കാണിച്ചു തരാം കേട്ടത്. അതിന്റെ ഉള്ളിൽ യുദ്ധക്കളം ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതായൊക്കെ ഞങ്ങൾ കാട്ടിക്കൂട്ടി പോവാണ്. മാമിക്കുട്ടി റൂം കാണിച്ചെടുക്കുകയല്ലേ പറഞ്ഞിരുന്നേ. ഞങ്ങൾ പോവാണ്, ഞങ്ങൾ പോവാണ്. ബൈ. ജാമിക്കുട്ടിയുടെ റൂം കാണിച്ചു തരാൻ പോലെ 2 ആൾ പറഞ്ഞയച്ചു കേട്ടോ. ജാമിക്കുട്ടിയുടെ തിരുമ്പാനുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. നമ്മൾ അടുക്കളയിൽ ഉണ്ടായിരുന്നില്ലേ ആ ഒരു പാത്രം ഞാനിവിടെ ഓരോ ഡോൾസുകളൊക്കെ ഇട്ട് വെക്കാനാക്കി. ഇവിടെ നിലത്തിന്റെ ബെഡ് ഇട്ടിരിക്കാൻ കേട്ടോ. നിലത്തിന്റെ ബെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണല്ലോ. പെട്ടെന്ന് കുട്ടിനെ ഇട്ടിട്ടൊന്ന് പോകണം തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണം തോന്നിക്കഴിഞ്ഞാൽ ഈ റൂമിൽ കളിപ്പാട്ടം കൊടുത്തിട്ട് ഇരുത്താൻ ധൈര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കംഫർട്ട് ആക്കിയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഇതാക്കിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഫോട്ടോ ആട്ടോ വെച്ചിട്ടുള്ളത്. ഞങ്ങളെ 3 കുട്ടികൾ ഒരുമിച്ച് കിടക്കുന്ന ഫോട്ടോ. ഫോട്ടോ അത്ര പെർഫെക്റ്റ് ഒന്നല്ല, പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു ഫോട്ടോ. 3 ആളിങ്ങനെ കിടക്കുന്ന ഫോട്ടോ ആയതുകൊണ്ട്. പിന്നെ ഈ ഒരു വാളിൽ ഞാൻ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിരിക്കാൻ കേട്ടോ, ഒരു കിഡ്സ് റൂമിന്റെ ഒരു മൂഡ് തോന്നിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ യാമിക്കുട്ടിന്റെ പാമ്പേഴ്സും ഡ്രസ്സുകളും ഒക്കെ ഞാൻ ഇതിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പുറത്തു പോകുമ്പോഴുള്ള ഡ്രസ്സൊക്കെ അലമാരയിൽ തൂക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൽ യാമിക്കുട്ടിയുടെ ഡ്രസ്സ് ഇവിടെ. പിന്നെ ഇതൊക്കെ എന്റെ ഡെയിലി ഇടുന്ന മാക്സികളും ഇത് ഡെയിലി ഇടുന്ന ഷോളുകളുമാണ് കേട്ടോ. ഇതിൽ പിന്നെ പുറത്തേക്ക് പോകുമ്പോഴുള്ള ഡ്രസ്സുകളുമാണ് കേട്ടോ തൂക്കി വെച്ചിട്ടുള്ളത്. ഇത് യാമിക്കുട്ടിക്ക് ആദ്യമായിട്ട് റെന കൊടുത്ത ഷൂ ആണ് കേട്ടോ. കുഞ്ഞ് ഫസ്റ്റത്തോളം ഷൂ ആണിത്. ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ പറിച്ചെടുക്കും. ഇതൊരു കുട്ടി ഗിഫ്റ്റ് തന്നായിരുന്നു റൂവായാമിന്ന് എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ റൂമിലത്തെ അതിന്റെ കൂടെയുള്ള സെറ്റാണ് ഈ ഒരു ഡ്രോ. ഇതിൽ യാമിക്കുട്ടിയുടെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് വെച്ചത്. യാമിക്കുട്ടിന്റെ ക്രീമും യാമിക്കുട്ടിന്റെ ബ്രഷും. ഈ ഒരു ബ്രഷ് ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പൊ ഞാൻ ഇതിങ്ങനെ വെച്ചു. ഇതിന് ഈ ഒരു പിങ്കാണ് ഞാൻ ഓൾക്ക് തേക്കാൻ എടുക്കല്, വാഷ് ബേസിന്റെ അവിടെ തേക്കാം. അപ്പൊ എളുപ്പം ഇവിടുന്ന് എടുക്കാനാണ്. ഓളെ ബ്രഷ് ഇതിൽ ഒരു ഡെക്കറേഷൻ പോലെ വെച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓളെ ബാഗും, ഓൾക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഓളെ ഒരു ബാഗും ഒക്കെ വെച്ചിട്ട് വെറുതെ സെറ്റ് ആക്കി കേട്ടോ. പിന്നെ ഇവിടെയും അതേപോലെ റാക്കിന്റെ മുകളിൽ ഇതിട്ടിട്ട് മിറർ ലൈറ്റ് വെച്ചു. ഈ കണ്ണാടി ഇവിടെ ഓൾറെഡി ഉണ്ടായതാണ് കേട്ടോ. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണാടിയുടെ പകുതിക്കുന്ന ഈ ഒരു സാധനം ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരാണി ചുമരുമലും ഒരാണി കണ്ണാടിമേലായിരുന്നു. അപ്പൊ കണ്ണാടിമ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഹോൾ ഇടണം. ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ 2 ഹോള് കിടക്കും. അപ്പൊ കണ്ണാടിയുടെ ആളെ കൊണ്ട് ആദ്യം കണ്ണാടിക്ക് ഓട്ടടിപ്പിച്ച് പിന്നെ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ആൾക്കാർ വന്നിട്ട് നമുക്ക് ഇത് ഇതിമ്മ ഫിറ്റ് ചെയ്തിട്ടോ ചെയ്തത്. അങ്ങനെയാണ് കണ്ണാടി യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കിയത്. ഈ ഒരു സൈഡിൽ ഞാൻ ഈ ഒരു കുഞ്ഞു ചെരുപ്പ്, ഈ കുഞ്ഞു ചെരുപ്പൊന്നും അധികം ഒന്നും ഇടൂല, ആർക്കും ഇത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇതൊക്കെ കളയാനും നെയ്യാനും നല്ല ക്യൂട്ടുമാണ്. അപ്പൊ അതങ്ങനെ വെറുതെ വെച്ചതാണ് കേട്ടോ. നമ്മുടെ 3-in-1 ബാത്റൂമിന്റെ ഡോർ ഇട്ടോ. പിന്നെ ഞാൻ അപ്പുറത്ത് നിസ്കരിക്കാൻ
ഒരു ഏരിയ ഉണ്ടാക്കണം പറയില്ലേ, ആ ഒരു ഏരിയ ഇപ്പൊ തൽക്കാലം ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ ഓഫീസ് ടേബിൾ ഇവിടെ വെക്കണം, ഇവിടെ എനിക്ക് ഓഫീസ് റൂം സെറ്റ് ആക്കണം. ഈ ഓഫീസ് റൂം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും എഴുതണ്ട. അപ്പൊ ഞാൻ എപ്പോഴും ഒരു പുസ്തകം എടുത്ത് ഡൈനിങ് ടേബിളിൽ പോയിട്ട് അങ്ങനെയൊക്കെ എഴുതാം. അപ്പൊ നമ്മുടെ പേനയും പുസ്തകവും ഒക്കെ ഓരോരുത്തായിട്ട് എനിക്ക് എപ്പോഴും എന്തെങ്കിലും പ്ലാനും കാര്യവും ഒക്കെ എഴുതിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. എപ്പോഴും എനിക്ക് 2 ബുക്ക് ഉണ്ടാവും, വർക്ക് പ്ലാനും ലൈഫ് പ്ലാനും. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് എനിക്കൊരു ഓഫീസ് ടേബിൾ ഉണ്ടായാൽ സുഖമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവരെ അങ്ങോട്ട് മാറ്റണം, അവനെ ഇങ്ങോട്ട് മാറ്റണം. നിസ്കരിക്കാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാവുകയാണെങ്കിൽ നല്ല സുഖം. പിന്നെ ഇപ്പൊ ആരെയിലൊക്കെ വന്നു കഴിഞ്ഞാലും എവിടെ നിസ്കാരപ്പായ, ഞാൻ സാധാരണ അലമാരുടെ ഉള്ളില് സോഫയുടെ പിന്നില് അവിടെയൊക്കെ നിസ്കാരപ്പായ വെക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടായി കഴിഞ്ഞാൽ സുഖമാണല്ലോ. അവിടെ നിസ്കാരപ്പായകളും പിന്നെ എക്സ്ട്രാ നിസ്കാരക്കുപ്പായും അപ്പൊ ഇതും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിന്റെ മുകളിൽ മുസാഫും വെച്ചു. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ വെച്ചിരിക്കുക. പിന്നെ ഒരു കാർപ്പറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ അടിയിൽ. ഈ ഒരു കാർപ്പറ്റ് ആ റൂമിൽ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ നീളത്തിൽ ഇടണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ റൂമിലുള്ളത്. അപ്പൊ എനിക്ക് ബോറടിക്കണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇത് വിശദീകരിച്ച് തരാതെ വയ്യേനും. അപ്പൊ നമ്മളെ അടുക്കള കാണാം കേട്ടോ. അടുക്കള നീല അടുക്കള തന്നെ കേട്ടോ. പുറത്ത് ഏകദേശം ഇരുട്ടായിരിക്കണം, അപ്പൊ കാരണമൊക്കെ താഴ്ത്തിയിട്ടിരിക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പകലത്തെ വ്യൂ കാണിക്കായിരുന്നു. അപ്പൊ ആ ഒരു കാടും മലയുടെ വ്യൂ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഞാൻ ഏതായാലും മൊത്തത്തിൽ വയറിങ് മാറ്റണം. അപ്പൊ ഇവിടെ റാക്കിന്റെ മുകളിൽ ഇങ്ങനെ പോയിട്ട് ഇട്ടിട്ടോ, ഇങ്ങനെ ഒരു ലൈറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുണ്ട്. അപ്പൊ വെറുതെ ഒരു രസത്തിന് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. പിന്നെ ഇവിടെ മാറ്റം എത്തിയത് ഞങ്ങൾ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം, ഞങ്ങൾ അടുക്കളയായിരുന്നു കേട്ടോ ഇത്. അപ്പൊ ഇവിടെ സിങ്ക് ഉണ്ടായിരുന്നു, സിങ്കും പൈപ്പും ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിലും അങ്ങനെ ഇറക്കി വെച്ചിട്ടുള്ള ഇൻബിൽറ്റഡ് സ്റ്റോവ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ വർക്ക് ഏരിയ അടുക്കള ആക്കിയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ആ അടുക്കള അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ അടുക്കള ഒഴിവാക്കാന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ എപ്പോഴും ഒരു സ്പേസ് ഇല്ല. അപ്പൊ നിങ്ങളുടെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മുറിച്ചതാണ് കേട്ടോ. സിങ്കൊക്കെ എടുത്ത് സ്റ്റോവൊക്കെ എടുത്ത് ഇവിടെ ടൈൽസ് ഇട്ടു. നമ്മുടെ സിറ്റൗട്ട് പൊളിച്ചപ്പോൾ അതിന്റെ ടൈൽസ് ഇവിടെ ഇട്ടു കേട്ടോ, ടൈൽസ് ഗ്രാനൈറ്റ്. അങ്ങനെ ഇവിടെ നല്ലൊരു വിശാലമായ സ്ഥലം കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പാത്രം വെക്കാനൊരു ഷെൽഫ്. ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം ഞങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വിരുന്നേർക്കൊരു പാത്രം നമുക്കൊരു പാത്രം അങ്ങനെയൊന്നുമില്ല, എല്ലാ പാത്രവും നമ്മൾ ഉപയോഗിക്കുക, വിരുന്നേര് വരുമ്പോഴും കൊടുക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. അതേപോലെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പാത്രം എടുത്തു വെക്കുക, അങ്ങനെ ക്രേസ് ഉള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാക്കാൻ കേട്ടോ. കാരണം അങ്ങനത്തെ പാത്രങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ എടുത്തു വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാക്കാൻ. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ വാങ്ങിച്ചിട്ട് അങ്ങനെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. ഇപ്പൊ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള അലമാറയിലാണല്ലോ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഷോ ചെയ്ത് വെക്കണൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് പക്ഷെ അതിന്റെ ഒരു ക്രേസ് ഇല്ല മാത്രം. പിന്നെ റെനോവേഷൻ കഴിഞ്ഞ സമയത്താണ് ഈ ഒരു തട്ട് ഇവിടെ വെച്ചത് കേട്ടോ. ഇവിടെ ഓൾറെഡി ഓവനിക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് എന്നല്ല, ഇവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ട്, ഇതിൽ ഓവൻ വെച്ചു. അപ്പൊ അതിന്റെ മുകളിൽ സ്പേസ് ആണ് പോയി കിടക്കുക. അപ്പൊ ഞങ്ങൾ തട്ടുകൊണ്ട് വെച്ചിട്ട് ഈ ഓവൻ ഇവിടെ വെച്ചു, എയർ ഫ്രയർ. ഇവിടെ ഒരു ഫ്രൂട്ട്സിന്റെ പഴയ മോഡൽ ടൈൽസ് ആയിരുന്നു. അപ്പം അത് കണ്ടും അടുത്തിരുന്നു കിട്ടും. അപ്പൊ ഇങ്ങനെ വാൾപേപ്പർ ഒട്ടിച്ചു. അത് നീലൊട്ടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചുമരിലൊക്കെ ഈ പ്രിന്റ് ഉള്ളതാണ്. അപ്പൊ ഇതിനോട് യോജിച്ചിട്ടുള്ള നീല മാത്രമേ ഒട്ടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കറുപ്പ് ഒട്ടിക്കണം. പിന്നെ വെള്ളം ഒട്ടിച്ചു കഴിഞ്ഞാൽ നിഴലിച്ച് കാണും, ഫ്രൂട്ട്സിന്റെ ടൈൽസ് ഒക്കെ നിഴലിച്ച് കാണും. ഇത് ഞങ്ങളിപ്പോ റെനോവേഷൻ കഴിഞ്ഞപ്പോൾ ഒട്ടിച്ചതാണ്. ഇവിടെ ഇത് ഒട്ടിക്കാൻ കാരണം വർക്ക് ഏരിയയിൽ ഫുള്ളും ഞങ്ങൾ ഇത് ഒട്ടിച്ചു. അപ്പൊ ഞങ്ങൾക്ക് കൂടി മാറ്റാൻ കഴിയൂലെന്ന് കരുതിയിട്ട് അതന്നെ ഇവിടെയും വെച്ചു. അപ്പൊ ഇവിടെ കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ വെച്ചിട്ട് ഇവിടെ നീലയും വെച്ചു. പിന്നെ ഇതാ നമ്മൾ പുതിയ ഫ്രിഡ്ജ് കൊണ്ടുവന്നപ്പോ പറഞ്ഞില്ലേ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഫുള്ളാക്കിയിട്ടില്ല, ഇതിന്റെ ഉള്ളിലൊന്നുമില്ല, അതായത് ഇതിന്റെ ഉള്ളിലൊന്നുമില്ല. ഞാൻ ആശാരങ്ങളുടെ അടിയിലൊരു തട്ട് വെപ്പിക്കണം. പിന്നെ അടുക്കളയിൽ അങ്ങനെ നീളത്തിലൊരു അലമാറുണ്ട്. ഈ അലമാറയിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അരിയും സാധനങ്ങളും. ഇതില് എക്സ്ട്രാ വരുന്ന പാക്കറ്റുകളൊക്കെ ഞാൻ അവിടെ വെച്ചിരുന്നില്ലേ, അത് ഞാൻ ഇതാ ഇവിടെ വെച്ച്. പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതിലും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ ഇപ്പോഴത്തെ കുഞ്ഞടുക്കള, ഞങ്ങളെ ക്യൂട്ട് കുഞ്ഞടുക്കള. ആദ്യത്തെ വർക്ക് ഏരിയ. നമ്മൾ മാത്രമാകുമ്പോൾ പാചകം ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ വിരുന്നേരം ഒക്കെ വരുമ്പോഴും ഞാൻ കുക്ക് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയില്ല. കാരണം കുറേ വിരുന്ന് ഇവിടെ കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് പറ്റിയ അടുക്കളയാണ്. പിന്നെ അത്ര വലിയ വിരുന്ന് വരുമ്പോൾ പുറത്തുനിന്നൊക്കെ അല്ലേ ഓർഡർ ചെയ്യുക. ഇവിടെ എന്തൊക്കെയുണ്ട് കാണിച്ചു തരാം. ഇക്ക് ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ്ടോ ഇത്. പിന്നെ ഫോയിൽ പേപ്പറിന്റെ റോളും ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അതേപോലെ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യൂലേ, റാപ്പ് ചെയ്യൂലേ, അതും ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പൊ അങ്ങനത്തെ ഓട് കൂടിയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അടിയിലാണ് ഞങ്ങളെ ചായക്കറ്റിൽ വെച്ചിട്ടുള്ളത്. ഇതിൽ പാൽപ്പൊടിയാണ് കേട്ടോ ഉള്ളത്. ഇതുണ്ടല്ലോ, ഇവന് പണ്ട് ഗൾഫിൽ നിന്ന് വന്നൊരു ക്യാൻഡിലാണ്. അപ്പൊ പണ്ടൊക്കെ വീട് ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ഒരുക്കുന്നത്. അപ്പൊ ഇവനെ കളയാൻ വയ്യ. ഇവന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, കുട്ടി. അപ്പൊ ഓല അങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ അലമാറയാണ്. ഇവിടെ ഇങ്ങനെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളെ കുപ്പികളും കാര്യങ്ങളായിട്ടുള്ളത് വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള ഞങ്ങളെ കുപ്പികളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇങ്ങനത്തെ പരിപ്പ്, കടുക്, ഉലുവ, ജീരകം അങ്ങനത്തെ സെറ്റ് ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളെ ചായപ്പൊടി, പഞ്ചസാര. ഇപ്രാവശ്യം ടീ ഷുഗർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ടീ ഷുഗർ, കോഫി കുപ്പി. പക്ഷെ കോഫിയിൽ ഞങ്ങൾ പാൽപ്പൊടിയാണ് ഇട്ടേക്കുക. കോഫി ഞങ്ങൾ കുടിക്കാറില്ല. ഇതിൽ കുരുമുളക് പൊടി, ബിരിയാണി മസാല, വലിയ ജീരകത്തിന്റെ പൗഡർ,
പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതാ ഈ ഒരു കുപ്പിയിൽ. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ കുപ്പികൾ കിട്ടും. പക്ഷെ ചിലയിടത്തൊക്കെ കുറേ കുപ്പികൾ കാണും. അതൊക്കെ എന്തിനാന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഇതാ ഇതിന് ഹോർലിക്സിന്റെ പാക്കറ്റ് കേട്ടോ. എനിക്ക് പ്രസവം കഴിഞ്ഞ ശേഷം ഹോർലിക്സ് കുടിക്കണം ഇതുണ്ട് കേട്ടോ. കുടിക്കാൻ തോന്നും, പിന്നെ അത് കുടിക്കും. 2 ദിവസം കുടിച്ച് പിന്നെ എനിക്ക് കുടിക്കാൻ വേണ്ട, അപ്പൊ അതിന് കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇങ്ങനെ പാക്കറ്റ് ആക്കിക്കുക. അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ല, കട്ട പിടിച്ച് പോകില്ലല്ലോ. പിന്നെ ഇവിടെ ഇതാ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മേടിച്ചു. അതിൽ മിക്സിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ മിക്സി ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെ അകാറിന്റെ മുട്ട പുഴുങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ പുതിയ സ്റ്റോവ്. ഇവിടെ നമ്മളെ ഉപ്പ് പുളി അന്നൊക്കെ ഇവിടെ എല്ലാവരും കമന്റ് പറയാം ഉപ്പും ഇതും അടുത്ത് വെച്ചൂടെ കേട്ടോ. ഇതിപ്പോ അടുത്തായി. പിന്നെ അവിടെ ഒരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. അതവിടെ വെക്കാൻ കാരണമൊന്നുമല്ല, അത് എവിടെയും വെക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ അതിനെ അവിടെ കൊണ്ടുവച്ചു. കാരണം അവിടെ എന്തായാലും നമ്മൾ യൂസ് ആക്കൂലല്ലോ, ഒരു പാത്രം അവിടെ വെക്കാൻ പറ്റൂല. വർക്കേരിയയിൽ ഇവിടെ അടുപ്പായിരുന്നു കേട്ടോ. അടുപ്പ് മൂടിയിട്ടൊന്നുമില്ല, അതിന്റെ മുകളിൽ ഒരു പ്ലൈവുഡ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ടൈൽസ് ഇട്ടിക്കണം, വലിയ ടൈൽസ് ഇട്ടിക്കണം. അതിന്റെ മുകളിൽ സ്റ്റോവ് വെച്ചിരിക്കാം. അങ്ങനെ അടുപ്പ് മൂടി വെച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ. അടുപ്പ് കത്തിക്കാറില്ല. അപ്പൊ ഉപയോഗമില്ലാത്ത അടുപ്പ് ഇങ്ങനെ കിടക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇതിങ്ങനെ ആക്കിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഒക്കെ ഫ്രൂട്ട്സിന്റെ ടൈൽസ് ചെയ്തിട്ട് അതൊക്കെ ഞങ്ങൾ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് ഈ ഒരു കളറാക്കി ഇടും. ഇതാ അവിടെ കുറച്ച് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ അപ്പപ്പോ കഴിക്കുന്ന പാത്രങ്ങളും ഗ്ലാസും കയ്യിലൊക്കെ അവിടെ ഇട്ടോ വെക്കുക. പെരിട്ടായൊന്നും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ആമിക്കുട്ടിയുടെ ഇത് ഇവിടെ ഇട്ടോ വെച്ചിട്ടുണ്ട്. ഓൾക്ക് ഇവിടെ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഓൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ നല്ല സുഖം. ഇവിടെ ഇതാ ഇങ്ങനത്തെ മാറ്റാണ് തൊട്ടിട്ടുള്ളത്. നമുക്ക് മുകളിൽ കാണാം. ഈ വീട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടൊരു 14 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അന്ന് ആകെതാ ഒരു നില വീടായിരുന്നു കേട്ടോ, അതിൽ കാണിക്കണ പോലെ. അപ്പൊ അന്ന് ഞങ്ങൾ വീടിന് സമയത്തൊന്നും നമ്മൾ സാധാരണക്കാരുടെ ഇടയിലൊന്നും വീട് ഇങ്ങനെ ഒരുക്കുക അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. വീട് ഉണ്ടാക്കുക, പെയിന്റ് അടിക്കുക, എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്ന ഫർണിച്ചറുകളൊക്കെ അറേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ സാധാരണക്കാരുടെ ഇടയിൽ. അപ്പൊ അന്ന് ഞാൻ എല്ലാ ഭാഗത്തും കുറഞ്ഞ ചെലവിൽ ഞാൻ തന്നെ തുണികളൊക്കെ വാങ്ങിച്ച് മെറ്റീരിയലൊക്കെ എടുത്ത് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാ ഭാഗങ്ങളിലും അറേഞ്ച് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എല്ലാവർക്കും ഭയങ്കര ഒരു കൗതുകവും ഇഷ്ടമൊക്കെ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാനൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പൊ അന്ന് അതേപോലെ വനിതാ വീടിലും ഈ വീട് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് കേട്ടോ. ഞാൻ പറയാനല്ലോ, എനിക്ക് ഞാൻ അറിയാത്ത ആളുകൾ ഇന്നെ അറിയണം എന്നുള്ളതൊരു ഇതായിരുന്നു. അതായത് നമ്മൾ ആരും അറിയാതെ അങ്ങനെ പോവരുത്, എപ്പോഴും പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ അന്ന് ഈ ആദ്യമായിട്ട് ഇന്നെ കുറച്ചൊരാളുകൾ അറിഞ്ഞത് ഇതിലൂടെ ആയിട്ട്. എനിക്ക് അന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കും, മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീടിന്റെ ഫീച്ചറൊക്കെ വായിച്ചിട്ട്. അന്ന് അങ്ങനെ ഒരു ഒരുക്കങ്ങളായിരുന്നു. ഇതും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയൊരു ക്രാഫ്റ്റ് വനിതാ വീടിൽ വന്നതാണ് കേട്ടോ. ഞാൻ വനിതാ വീടിന്റെ ആരാധികയായിരുന്നല്ലോ. ഇവിടെയാണ് പൂപ്പുക്കുട്ട കിടക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെയാണ് ഈ ഒരു ബാസ്ക്കറ്റിൽ ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ളത്. പൂക്കുട്ടിനപ്പോൾ ഒഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും. അപ്പൊ ഞാൻ പറയാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഈ വീഡിയോ നിർത്തി വെച്ചിട്ട് അന്ന് അതേപോലെ ഒരുങ്ങിയിട്ട് വന്നിരിക്കാൻ കേട്ടോ. കാരണം ഇന്നലെ പിന്നെ അങ്ങോട്ട് രാത്രി പോയല്ലോ. അപ്പൊ ഇതാ മോഡലിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് പിന്നെ ഇവിടുത്തെ ഈ ഒരു ഡോർ കേട്ടോ, വലിയ ഡോറ്. ആദ്യത്തെ കോണിക്കൂടിന്റെ ഡോറാക്കാര് ഇവിടെ ഉണ്ടായിരുന്നത്, അത് മാറ്റിയിട്ട് വേറെ വലിയ ഡോർ വെച്ചതാണ്. അപ്പൊ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാല് ഇവിടെ ജനലുണ്ടാവുമല്ലോ, അന്നൊക്കെ സാധാരണ ജനലുകളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഞാൻ എന്താ ഇങ്ങനെ ജനൽ വേണ്ടി കുറച്ചുകൂടി താഴ്ത്താണ് ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ അന്ന് പണിസ്ഥലത്തേക്ക് വന്ന സമയത്തേക്ക് വന്ന് മേലേക്ക് വെച്ചിട്ടു. അപ്പൊ ഞങ്ങളത് അവിടെ അങ്ങനെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട് ഹാങ്ങിങ് ലൈറ്റ് ഇല്ലാത്ത വീടായിരുന്നു. ഇത് ഞാൻ ആ കണ്ണാടിയുടെ അടുത്തേക്ക് വാങ്ങിച്ചതായിരുന്നു കേട്ടോ, ഓൺലൈനായിട്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത് ചെറുതാക്കായിരുന്നു. അപ്പോൾ വന്നപ്പോൾ വലുതായിരുന്നു. അപ്പോൾ അത് ഹാങ്ങിങ് ലൈറ്റ് ആണ്. അത് ജസ്റ്റ് വാൾ ലൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല. വാഷിംഗ് മെഷീൻ വെച്ച ഏരിയയിൽ നമ്മുടെ അടുത്ത റൂമിൽ ഉണ്ടായിരുന്ന സൈഡ് ടേബിൾ രണ്ടും അട്ടിക്കട്ടിക്ക് വെച്ചിരിക്കാൻ കേട്ടോ. ഇതിലൊക്കെ എന്താ ഒരു സ്റ്റെപ്പിൽ മരുന്നുകൾ, ഒരു സ്റ്റെപ്പിൽ ഈ കറണ്ടിന്റെ ഒക്കെ ഓരോ കുന്ത്രാണ്ടങ്ങൾ ഒക്കെ, ഇതൊക്കെ യാമിക്കുട്ടി എപ്പോഴും ഇങ്ങനെ വലിച്ച് തുറക്കും. അപ്പോൾ അതിലൊന്നും വെക്കാൻ കഴിയൂല. അപ്പോൾ ഒരെണ്ണം താഴത്തുണ്ട്, ബാക്കി 2 ഇവിടെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ കോണിക്കൂടി പൊളിച്ച് സെക്കൻഡ് ഫ്ലോർ എടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ തട്ട് വരും. ആദ്യമേ സെക്കൻഡ് ഫ്ലോർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ തട്ട് വരും. അപ്പം ഇതിന് കാല് തട്ടാതിരിക്കാൻ ഞാൻ ഇവിടെയും ഒരു ചവിട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കയറി വന്നാൽ ഇവിടെ വലിയൊരു ഹാളാണ് കേട്ടോ. വലിയതെന്ന് പറഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല. വീടൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടൊരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ മുകളിലേക്ക് എടുത്തത് കേട്ടോ. ഇക്കാക്ക് വീടിൻ്റെ മുകളിൽ കൂടി വേണം, പിന്നെ അതുപോലെ താഴത്തെ ചൂട് കുറക്കാൻ, പിന്നെ ചെരിഞ്ഞ റൂഫ് ഇട്ടിട്ട് വെള്ളം നിൽക്കാതാക്കാൻ. ഇതിങ്ങനെ ഓപ്പൺ ടെറസ് ആണല്ലോ, അപ്പോൾ ഒക്കെ വെള്ളം നിന്നൊക്കെ കേടുവരും. അങ്ങനെയൊക്കെ കേട്ടിട്ടൊക്കെയാണ് ഇക്ക 2ാമത്തെ എടുക്കാൻ നിന്നത്. എനിക്കാണെങ്കിൽ അപ്പം എന്നാൽ താഴത്തൊക്കെ ചെറുതാണല്ലോ, 1150 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 2 ബാത്റൂമും അടുക്കളയും ഒക്കെ വരുമ്പോൾ ഒക്കെ കുഞ്ഞാണ്. അപ്പോൾ ഒന്ന് വിശാലമായ സ്ഥലങ്ങൾ വേണം എന്നുള്ളതൊരു ഉണ്ടായിരുന്നു കേട്ടോ. മോളിലും താഴത്തെ പോലെ തന്നെ ഹോട്ടൽ മുറി പോലെ റൂം ഉണ്ടാക്കിയിട്ട് കാര്യമല്ലല്ലോ, അതിനുള്ള ആൾക്കാരും ഇല്ല. അന്നൊരു ഷെഫ്കുട്ടൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ ഒരു യാമിക്കുട്ടി വരും എന്ന് വിചാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷെഫ്കുട്ടൻ്റെ കല്യാണമൊക്കെ ആകുമ്പോൾ എനിക്കൊരു വലിയൊരു ബെഡ്റൂം ആക്കാം. അതുവരെ ഞങ്ങൾക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ
ഒരുമിച്ച് കിടക്കാനും ഇവിടെ ഭക്ഷണം കഴിക്കാനും അങ്ങനെ ഒരുപാട് വിരുന്നും ഒരുമിച്ച് കിടന്നിട്ട് ഉറങ്ങലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കലും ഒക്കെ നടന്നൊരു ഹാളാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ താഴത്ത് സോഫയൊക്കെ വന്നപ്പോൾ ഇവിടെ പഴയ സോഫ ഇവിടെ കൊടുന്ന് സെറ്റാക്കി. അതുപോലെ ആമിക്കുട്ടീൻ്റെ റൂമിൽ ബെഡ് മാത്രം ആക്കിയില്ലേ, അപ്പോൾ അവിടുത്തെ കട്ടിലും ഇവിടെ കൊടുന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഞാൻ സ്റ്റിച്ചിങ് ടേബിൾ ഇടാൻ ഉദ്ദേശിക്കേണ്ടത്. സ്റ്റിച്ചിങ് കട്ടിങ്ങിനും കൂടിയിട്ടൊരു ടേബിൾ ഇങ്ങനെ ഉണ്ടാക്കിപ്പിക്കണം. അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് ടേബിൾ ഇവിടെ കൊടുന്നിട്ടിരിക്കുകയാണ്. പിന്നെ ആ സാധനം ഞാൻ കുറേ മുമ്പ് വീട് ഒരുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നു. ഇപ്പം അതിൻ്റെ ട്രെൻഡൊക്കെ പോയി. അപ്പം ഞാനതിവിടെ മുകളിൽ കൊടുന്ന് ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് എല്ലാ ഭാഗവും ഒരുപോലെ മുകളിലാണെന്ന് വിചാരിച്ച് നമ്മൾ വൃത്തിയാക്കാതിരിക്കുക, ഭംഗിയാക്കാതിരിക്കുക. ഇപ്പം അങ്ങനെയൊന്നുമല്ലല്ലോ. ഇപ്പോൾ ഒരു ഇൻറ്റീരിയർ ഡിസൈനറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം മുക്കും മൂലയും ഇതാക്കും. എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോലും നോക്ക് വൃത്തിയാക്കില്ലേ. ഇക്ക് പക്ഷെ അത് ഒന്നും അറിയാത്തവർക്കും അതിനും നേരല്ലാത്തവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. പക്ഷെ എനിക്കതല്ല, എനിക്കിതൊക്കെ വാങ്ങിച്ച് ഇതൊക്കെ ഉണ്ടാക്കി നമ്മളിഷ്ടം പോലെ ഇനിയിപ്പോൾ ഭംഗിയില്ലെങ്കിലും നമ്മൾ ഒരുക്കുന്നതാണ് എനിക്ക് ഒരു ഇഷ്ടം കേട്ടോ. അതിനൊരു വേറൊരു സുഖമാണല്ലോ ആ ഒരു ടേസ്റ്റ് ഉള്ളവർക്ക്. ഞാൻ ആ ഒരു ടേസ്റ്റിൻ്റെ ആളാണ്. അപ്പം അങ്ങനെ ഓരോ ഭാഗങ്ങളും നമുക്ക് പറ്റുന്ന പോലെ നമ്മളെ ഇഷ്ടത്തിന്. അപ്പം അന്നൊക്കെ ഞാനിങ്ങനെ ഓരോന്നും പൈസ അയക്കുന്ന സമയത്ത് ഒരു 1000 രൂപ ഞാൻ എനിക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും ഒരുക്കാനുള്ളത് വാങ്ങിക്കാൻ, അതായത് കർട്ടൺ മെറ്റീരിയലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് 1000 രൂപ അതിനെ മാറ്റി വെക്കുമായിരുന്നു കേട്ടോ. അപ്പം അന്നൊക്കെ ഞാൻ ഇക്കാനോട് ഇങ്ങനെ പറയും, എനിക്ക് അവിടെ അങ്ങനെ ചെയ്യുമോ, ഇവിടെ പെയിന്റ് അടിക്കണം. അന്നൊക്കെ പെയിന്റൊക്കെ ഞാൻ തന്നെ കേട്ടോ അടിക്കുക. അപ്പോൾ അത്രമാത്രം പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ. അതായത് ഇക്കാക്ക് പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, ഇതുപോലത്തെ വർക്കിനൊന്നും ഒരു പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇക്ക പറയും അതൊന്നും വേണ്ട, അത് വേണ്ട, അതിപ്പോൾ പറ്റൂല അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പൈസ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് മാറ്റാനൊക്കെ എന്നെ സമ്മതിക്കുമോ? അപ്പോൾ അപ്പോൾ ഈ മാറ്റിക്കോളുണ്ടു. അന്നിക്കത് പറയുമ്പോൾ എൻ്റെ അടുത്ത് പൈസ വരും എന്നുള്ളത് ഞാനും വിചാരിച്ചിട്ടില്ല, ഇക്കും എന്നും. പക്ഷെ ഞാനൊരു ജോലി എനിക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ. ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് തയ്യലാണ് അറിയുക. അപ്പോൾ ഞാനത് വെച്ചിട്ട് എപ്പോഴും ജോലി, പിന്നെ അത് എങ്ങനെ വലുതാക്കാം അതിനെക്കുറിച്ചിട്ടും എപ്പോഴും ഞാനിങ്ങനെ വലിയ വലിയ ഡിസൈനർമാർക്കൊക്കെ മെസ്സേജ് അയക്കും. അതായത് വലിയ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് വലുതാക്കുക എങ്ങനെയാണ് ഞാൻ പറയില്ല, എനിക്ക് അറിയപ്പെടണം ഇങ്ങനെ മാത്രം ഒതുങ്ങണത് അങ്ങനെ താല്പര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിന് കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പൈസ വേണമെന്നുള്ള ആ ഒരു ഇതും അറിയപ്പെടണം എന്നുള്ളതും അങ്ങനെ ഒക്കെ കൂടി ചേർന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പഠിച്ചും കാണിച്ചെന്നതും വന്നതും ഒക്കെ. പൈസ അങ്ങനെ വരാൻ തുടങ്ങിയിട്ട് കുറേ ആയി. പക്ഷെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ ലോൺ എടുത്തിട്ട് കടബാധ്യത വെച്ചിട്ട് അതുകൊണ്ടൊന്നും ഇത് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. പേടിയാണ്. കാരണം നമ്മളെപ്പോഴാണ് ഉണ്ടാവുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പൈസ ഒക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വൈകി പോയി. പൈസ സ്വരുക്കൂടൽ നമുക്ക് എപ്പോഴും ഉണ്ടാവില്ലല്ലോ, എപ്പോഴും നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരും. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ പൈസയും സെറ്റായി. ഇഷ്ടം പോലെ വീടൊക്കെ ഇതുപോലെ മാറ്റിമറിക്കാനും സാധിച്ചു. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞത്, അതായത് അതിനുള്ള ഒരു ഇതില്ലാന്ന് കേട്ടോ. എൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനും നല്ല കട്ടക്ക് സപ്പോർട്ടിലാണ്. അതായത് അങ്ങനെയല്ലേ പറയുക, അതായത് ഞങ്ങൾ ഒരുപോലെയാണ്. ഇക്കാണെങ്കിലും ഇക്കാക്കാണെങ്കിലും ഞങ്ങൾ വേറെ തോന്നിയിട്ടേ ഇല്ല. ഞങ്ങൾ ജീവിച്ച് ഞങ്ങൾ രണ്ടാളും ഒരുപോലെ ആയിരിക്കണം. ഇപ്പം എൻ്റെ പൈസ ഇക്കാടെ പൈസ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഇല്ല. അതേപോലെ നമ്മളെ പൈസ കൊണ്ട് ചെയ്യുമ്പോൾ ഓർക്കൊരു ഈഗോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതില്ല. അത് എങ്ങനെ അങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. അത് ഷഫ്മോനോട് എപ്പോഴും പറയും, ഞങ്ങൾ രണ്ടാളും ഒന്നാണ്, അതാ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളില്ലാത്തത് എന്ന് പറയും. അപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്കൊരു ഇത് തോന്നാറില്ല, ഈഗോ തീരെയില്ല ഞങ്ങൾക്കിടയിൽ. അപ്പം അന്ന് ഈ ഒരു വീട് പണി നടക്കുന്ന സമയത്ത് ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ പോയിരുന്നു കേട്ടോ. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല കേട്ടോ. കാരണം കോഴ്സ് കഴിഞ്ഞു, പക്ഷെ ഞാൻ ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പ്ലാൻ വരക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് ഈ മുകളിലേക്ക് എടുക്കുമ്പോൾ ഞാനാണ് ഇതിൻ്റെ പ്ലാനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, 3D ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ കേട്ടോ. അപ്പം അന്ന് എനിക്ക് ഇഷ്ടമല്ല എല്ലാ കാര്യങ്ങളും കൂടി കുത്തിക്കൊള്ളിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു ജനലുകളൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 4 കുഞ്ഞു ജനലുണ്ട്. ഇത് പുറത്തേക്ക് വ്യൂ ഉള്ള ഒരു ജനലാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പർഗോള എനിക്ക് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ അന്നൊക്കെ ആ ഒരു മോഡൽ വന്നപ്പോൾ പുറത്തേക്ക് ഞാനൊരു പർഗോള ഡിസൈൻ ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ ആ ഷോപ്പ് ഒഴിവാക്കിയപ്പോൾ കുറേ കണ്ണാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കണ്ണാടി ഞാൻ ഇവിടെ കൊണ്ടുവന്നാണ്ട് വെച്ചിരിക്കുകയാണ്. അതൊന്നും അർത്ഥാക്കാതെ വെച്ചിരിക്കുക. ഇനി ഷെഫ്കൂട്ടൻ എനിക്ക് റൂമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ടാച്ചാൽ വെച്ചോട്ടെ, കണ്ണാടി വേസ്റ്റ് ആക്കേണ്ട വെച്ചിട്ട് അവിടെ കൊടുന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ, ആ വലിയൊരു കണ്ണാടി. പിന്നെ ഈ മൂലയിലൊരു ഷെൽഫ് ഉണ്ട്. അത് ഞങ്ങൾ മുകളിലേക്ക് താമസം മാറിയ സമയത്തെ യാമിക്കുട്ടി ഒക്കെ എടുത്ത് വലിച്ചെറിയല്ലേ. അപ്പോൾ ഒന്നുകൊണ്ട് അടച്ചു വെക്കാൻ സാധനമില്ലാത്തതുകൊണ്ട് ഒരു ഷെൽഫ് വാങ്ങിച്ചു. അപ്പോൾ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ബെഡ്ഷീറ്റ് കാര്യങ്ങളും ഒക്കെ അങ്ങനത്തെ കുന്ത്രാണ്ടങ്ങളൊക്കെ ഇതിൽ കൊടുന്ന് വെക്കാമെന്ന്. അപ്പം അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ്
ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് എപ്പോഴും തയ്ക്കാനുള്ള കുറേ മെറ്റീരിയൽസ് കാണും, നേരാക്കാനുള്ളത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുമാണ് ഇതിൽ വെച്ചത്. പിന്നെ ഇങ്ങനെ ഈ കോർണർ വിൻഡോ എനിക്ക് നല്ല ഇഷ്ടമുണ്ടോ, വലിയ വിൻഡോ താഴത്തേക്കാണത്. അപ്പോൾ അങ്ങനെയും ചെയ്യിപ്പിച്ചു. ഇവിടെ ഇങ്ങനെ താഴത്തേക്ക് വെക്കാൻ നല്ല രസമാണ്. മഴ, പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ കേട്ടോ. ഇപ്പം മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കർട്ടൻ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കട്ടിയുള്ള മെറ്റീരിയലും വേണം, എന്നാൽ ചിലവ് കുറഞ്ഞതുമായിരിക്കണം. അപ്പോൾ ഒരു 650 രൂപയുടെ ഒരു ബെഡ്ഷീറ്റ്, കട്ടിയുള്ള ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ട് അങ്ങനെ തയ്ച്ചതാണ് കേട്ടോ. പിന്നെ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ ബാൽക്കണി ഉള്ളത്. അപ്പോൾ എല്ലാവരും വന്ന് അങ്ങനെ വിശാലമായിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു വലിയൊരു ബാൽക്കണി. അപ്പോൾ പിന്നെ ഒരു ആട്ടൂഞ്ഞാല വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം ഇവിടെ നടത്തി. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇവിടെ കുഷ്യനൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. റെക്സിൻ്റെ ഞാൻ താഴത്ത് കാണിച്ചു തന്നില്ലേ, അപ്പോൾ ഇത് റെക്സിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ മഴയും പൊടിയും ഒക്കെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ആവുകൊണ്ട് റെക്സിൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഞാനെന്നെ തയ്ച്ചതാണ് കേട്ടോ. അതൊക്കെ ഇവിടെയും 2 കുഷ്യന് അതേപോലെ തന്നെ. പിന്നെ അപ്പുറത്ത് അടുത്ത് തന്നെ അടുക്കളയുണ്ട്, അവർ അടുക്കള. അപ്പോൾ അവർ പ്രൈവസിക്കും നമ്മളെ പ്രൈവസിനും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ കർട്ടൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്നാൽ ക്ലോസ് ചെയ്യാനും പറ്റില്ല, കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കും വേണം, വർത്താനം പറയും ഒക്കെ വേണം. പിന്നെ ഇതാ ഈ മൂലയിൽ ഞാനൊരു ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേണ്ടാത്ത ചെടിയാണ്. അതായത് ഞാൻ ആ ഒരു സ്റ്റൂൾ വാങ്ങിച്ചിരുന്നു, അപ്പോൾ അത് അത്ര പോരാ. പിന്നെ ഞാനൊരു ഫ്ലവറുകൾ വാങ്ങിച്ചിരുന്നു, അപ്പോൾ അതിൽ കുറേ തണ്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കുത്തി വെച്ചിട്ട് അങ്ങനെ ഒരു വേസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അത് ഞാൻ കുറേ സ്ഥലങ്ങളിൽ വെച്ച് നോക്കി. അപ്പോൾ ഒക്കെ പറയാം എപ്പോഴും ഇത് ഇവിടുന്ന് മാറുമോ അങ്ങനെ ചോദിക്കും. അവസാനം പിന്നെ ഇവിടെയാണ് കൊടുത്തത്. അപ്പോൾ ഇക്കറിയാം ഇവിടെയാണോ തീരുമാനിച്ച്. ഞാൻ കോർണർ വിൻഡോ കാണിച്ചെന്നില്ലേ, അതിൻ്റെ പുറത്തത്തെ വ്യൂ ആണ് കേട്ടോ അത്. അവിടെയും കുഷ്യന്, അത് അവിടെ ഒരു ഹോളുണ്ട്, അവിടെയും ഒരു ചെടി വെച്ചു. പിന്നെ ഈ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ ടെറസാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഷീറ്റൊക്കെ ഇട്ടിക്കണം. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇതാ മുകളിലേക്ക് ടാങ്കിൻ്റെ അവിടേക്ക് കയറാനുള്ള കോണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കോണി വരുമ്പോൾ എങ്ങനെ എവർലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ നോക്കുമ്പോൾ അതിങ്ങനെ ഓപ്പൺ ചെയ്യുക. അവിടെ ഒരു പീസ് ഉണ്ട്, അപ്പോൾ അതിങ്ങനെ വലിച്ച് തുറക്കും അടക്കും ചെയ്യാൻ പറ്റും, എന്നിട്ട് കയറാൻ പറ്റും. മുകളിൽ ടൈൽസ് പണിയൊക്കെ നടന്നിരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനത്തെ ടൈൽസ് ഇട്ടു കേട്ടോ. പക്ഷേ ഇവിടെ എവർലാസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ടൈൽസ് ഇടാൻ പാടില്ല, കാരണം അടിയിലേക്ക് ലീക്കേജ് വരും. അപ്പോൾ ആ ലീക്കേജ് മാറ്റാനും കൂടിയാണ് ഞങ്ങൾ ഇവിടെ എവർലാസ്റ്റ് ചെയ്തത്. പിന്നെ ഇതാ ഇവിടെയാണ് കേട്ടോ ഒരു ഓപ്പൺ ടെറസ്. അപ്പോൾ ഇവിടേക്കാണ് വാഷിംഗ് മെഷീനൊക്കെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ഇതാ എവർലാസ്റ്റൊക്കെ ചെയ്ത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു അയൽ കെട്ടിയത്, ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഓരോരുത്തർക്കും എടുക്കാൻ പറ്റിയതായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ തന്നെ ഞങ്ങൾ അയൽ കെട്ടിയിരുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ, കാരണം ഇതിന്മേലുള്ള ഹുക്കുമ്മലാണ് കെട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകം ഇങ്ങനെ ഹുക്ക് ഇത് വാങ്ങിപ്പിച്ചിട്ട് ഇലക്ട്രീഷ്യനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ഇവിടെ 6 ഹുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. 6 ഹുക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കയർ അങ്ങോട്ടും ഒറ്റ കയറുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ 6 വരിപ്പാത എന്നൊക്കെ പറഞ്ഞ പോലെ 6 വരി അയലുണ്ട് കേട്ടോ. അപ്പോൾ അതിന്മേലൊക്കെ നിറച്ചും തുണികളുമാണ്. അപ്പോൾ ഇതാ വാഷിംഗ് മെഷീൻ അവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീനാണെങ്കിൽ ഞങ്ങളെ കൂടെ 14-15 വർഷത്തോളമായിട്ടോ. എനിക്ക് ഒരു കേടുമില്ല. LGൻ്റെ വാഷിംഗ് മെഷീനാണ്. ഞങ്ങൾ റഫായിട്ട് തിരുമ്പും. ചിലവരൊക്കെ പറയില്ല വാഷിംഗ് മെഷീൻ കേടലും അതിടാൻ പാടില്ല. ഞങ്ങൾ ചവിട്ടികളും ഡെയിലി അതിന് നല്ല പണിയും കൊടുക്കും. പക്ഷേ അത് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ചില ഇലക്ട്രോണിക് സാധനങ്ങൾ അങ്ങനെയല്ലോ, കേടുവരുമല്ലോ. അത് ബ്രാൻഡിൻ്റെ ആയിട്ടും കാര്യമില്ല. പിന്നെ മുകളിൽ അടിച്ചു വരാനും തുടക്കാനുള്ള ചൂലും ബ്രഷൊക്കെ ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കാം കേട്ടോ. മുറം ഒക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കും. കാരണം മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ചൂല് അടിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അടിച്ചു വരാമല്ലോ. ഞങ്ങളെ കാടിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് കാണുക. നല്ല ഇഷ്ടമുള്ളൊരു വ്യൂ ആണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയില്ലേ താഴത്തൊക്കെ ചെറുതാണെന്ന്. അപ്പോൾ ഇവിടേക്ക് വലിയത് വേണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വലിയൊരു ബാത്റൂം കേട്ടോ. ഞങ്ങൾക്ക് വലിയൊരു ബാത്റൂമാണ് കേട്ടോ ഇത്. ഞാൻ പറയില്ലേ ഇവിടുത്തെ ഈ ക്ലോസറ്റ് ഇങ്ങനെയാണെന്ന്. ഈ ബാത്റൂം ഷെഫ് കൂട്ടാനാട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ അവിടെയും ഷാമ്പും സോപ്പും സംഭവങ്ങളും ഒക്കെ വെച്ചു. കണ്ണാടികൾ പിന്നെ ഞാൻ പറഞ്ഞു ഷോപ്പ് ഒഴിവാക്കാൻ ഇഷ്ടം പോലുള്ള കാരണം ഇവിടെയും കണ്ണാടിയൊക്കെ വെച്ചു. എല്ലാ ബാത്റൂമും കഴുകാനുള്ള ബ്രഷും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓരോ സ്ഥലത്തോണ്ട് വെച്ചിരിക്കാം കേട്ടോ. നമുക്ക് ബാത്റൂം കഴുകണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ബാത്റൂമിൽ ബ്രഷ് ഇല്ലെങ്കിൽ അന്നത്തെ കഴുകൽ നടക്കൂല. അപ്പോൾ എല്ലാവരും അങ്ങനെ വെക്കുമായിരിക്കും. പിന്നെ ഇവിടെ ടൈൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയുടെ ചിമ്മിനിയുടെ മുകളിൽ ചെറിയൊരു ഗോഡൗൺ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെ വെക്കണമെന്ന്. അപ്പോൾ എവർലാസ്റ്റ് ഇട്ടതുമാണ്, മഴയൊന്നും കൊള്ളൂല്ല. അത്യാവശ്യം കുറച്ച് ആവശ്യമുള്ളതുമായ സാധനങ്ങൾ അതിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട് പണി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറച്ച് വെട്ട് പീസുകൾ ടൈൽസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ ഓപ്പൺ ടെറസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പണി തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കല്ലുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയ പോലെ കുറച്ച് ഭാഗം പൊട്ട് ടൈൽസ് വന്നുള്ളൂ. പിന്നെ ഒക്കെ ഫുള്ള് ടൈൽസ് വാങ്ങേണ്ടി വന്നിട്ടോ. എന്നിട്ട് ഈ ഫുള്ള് വാങ്ങിച്ച ടൈൽസിന് 2 പാക്കറ്റ് ബാക്കിയായി. അപ്പോൾ എന്തായാലും ഇവിടെ ഫിനിഷായി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ റെനോവേഷൻ കഴിഞ്ഞ എൻ്റെ ആഗ്രഹം പോലെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത വീട്. പിന്നെ ഞങ്ങൾ ഹോം ടൂർ ഓൾറെഡി ഞങ്ങൾ എടുത്തതായിരുന്നു ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകാം അന്നത്തെ ഒരു മാറ്റങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ, എവിടെയൊക്കെ മിസ്റ്റേക്കുകളുള്ളത് അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ എനിക്കതൊക്കെ കേൾക്കണതൊക്കെ ഒരു ഇതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാവരും കേട്ടിട്ടും ഇതായിട്ടൊക്കെയാണ് നമുക്ക് ഓരോന്നും മനസ്സിലാവും, പല കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ നിങ്ങളായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയാൽ എനിക്കും ഒരുപാട് സന്തോഷം.
പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഒരു പണി തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഒരു കൊല്ലമൊക്കെ ആവും എന്നൊക്കെ. ഒരുക്കായിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ പിന്നെ കണ്ണും മൂക്കില്ലാതെ അങ്ങോട്ട് നേരാക്കാൻ നിന്നിട്ടില്ല. പിടിച്ച് വെച്ച് ഒക്കെ ഇങ്ങനെ അങ്ങനെ എണ്ണടച്ചിട്ട് അങ്ങോട്ട് നേരാക്കാൻ നിന്നാലും ലക്ഷങ്ങൾ കഴിയും, വർഷങ്ങളും കഴിയും. അപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഒഴിവുപോലെ ഈ ഒരു ഊഞ്ഞാൽ പോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. സത്യത്തിൽ അത് ആ വീഡിയോയിൽ കമൻറ്റ് കണ്ടപ്പോഴാണ് ശരിയാണ്. കാരണം ഞങ്ങളിവിടെ അടുക്കളായിട്ട് ഉപയോഗിച്ച കാരണം ഇതാകെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പോളിഷ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് ഇനി പോളിഷ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ചെടികൾക്കിടയിൽ ഇരുന്നിട്ട് ഊഞ്ഞാലാടുന്ന ഒരു വൈബ് ഉണ്ടാക്കാൻ വേണ്ടി ഒട്ടിച്ചതാണ് പറഞ്ഞില്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഇത് സംഭവം ഒട്ടിച്ച് നോക്കുമ്പോൾ ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറ്റിക്കാട്ടിൽ ഊഞ്ഞാലാടുന്ന പോലെ ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വലിയ വീഡിയോ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബോറടിച്ചോന്ന് എനിക്കറിയില്ല. അപ്പോൾ ശരി, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.